സ്നേഹനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട വിജയ ഗോപാൽ, റാന്നിക്കാരനാണ് പ്രിയ ദേവദാസൻ. എന്നാൽ ഞങ്ങളോടൊപ്പം ഈ ആഴ്ചയിൽ ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചർച്ചിൽ പാസ്റ്റർ ഒരല്പസമയം സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ്. അസാദിയുടെ പ്രഷർ കേൾക്കണം. അതുകൊണ്ട് വേഗത്തിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത ഒരു റെക്കോർഡിംഗ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമായ നീ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് എടുത്തു വരുവാൻ ഞങ്ങളെ ഒരുക്കി ഉറപ്പിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകമായ കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തന്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന്, വിടുതലിന് കാരണമായി തീരണം. കർത്താവ്, ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം. പങ്കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് ഇഷ്ടം. ഞങ്ങളുടെ പ്രവേശനങ്ങളെ ക്ഷമിക്കണം. അവിടുത്തെ മഹത്വം വെളിപ്പെടണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവിടുത്തെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനം മഹത്വത്തെ മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഞാൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രധാനദാസൻ വിജയഗോപാൽ, എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ദേവദാസന് റാന്നിക്കാരനാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ വെൽക്കം ചെയ്യുന്നു. എനിക്ക് റാന്നിക്കാരൊക്കെ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഞാനും ഈ റാന്നിക്കാരനൊക്കെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് റാന്നിയിൽ നിന്ന് ഒത്തിരി നല്ല ജീവിതാനുഭവങ്ങൾ ദേവദാസന്മാർ ഒക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് ഒത്തിരി സന്തോഷമാണ്. റാന്നിയിൽ നിന്ന് ആരെങ്കിലും വരുന്നു എന്ന് കേൾക്കുന്നു. എനിക്കൊന്ന് കർണാടകദാസനും ദാസിയും ഒക്കെ ഏകദേശം റാന്നി അയിരൂർ പഞ്ചായത്ത്. പാസ്റ്റർ അയിരൂര്, സിസ്റ്ററുടെ പഞ്ചായത്ത് അയിരൂർ തന്നെ. അയിരൂര് തന്നെ. ഓ ശരി, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ അല്ലേ? അത് വിവാഹത്തിനൊക്കെ മുമ്പാണ് അതോ? അല്ലല്ല, വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ വിശ്വാസം വരുന്നത്. വിവാഹത്തിന് ശേഷം മോൻ 1.5 വയസ്സ് ആയതിനു ശേഷമാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വരുന്നത്. അതായത് ചെറിയ പ്രായം മുതൽ തന്നെ പാസ്റ്റർക്ക് ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷം വിവാഹശേഷമാണ് വിശ്വാസത്തിലേക്ക്. അതെ, അതൊരു വലിയ കഥയാണല്ലോ. എന്നാൽ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തു സത്യം എന്നൊരു ബോധ്യം എന്റെ ഉള്ളത്തിലുണ്ടായിരുന്നെങ്കിലും ഞാൻ അത് അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയില്ല. ആ ബോധ്യം ഹൃദയത്തിൽ കിടന്നു. ഞാൻ പിന്നെ വേറെ ഒരു ആരാധനയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ യേശു ക്രിസ്തുവോടും പ്രാർത്ഥിച്ചിട്ടില്ല. സത്യം മാത്രമായിട്ട് ഹൃദയത്തിൽ കിടന്നത്. വിവാഹമൊക്കെ ഒരു ഹൈന്ദവാചാര പ്രകാരമാണ്. സിസ്റ്റർക്ക് ആ സമയത്ത് കർത്താവിനെ അങ്ങനെ കണ്ടുമുട്ടുവാനുള്ള ഒരു സമയം, അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് പിന്നെ വീടിന്റെ അടുത്തുള്ള ഒരു മാർത്തോമാക്കാരി സ്ത്രീയുണ്ട്. അവരുടെ വീട്ടില് ഇവരുടെ വിവാഹത്തിനൊക്കെ പ്രാർത്ഥിച്ച വിട്ടെന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ അവിടെയൊക്കെ ഉള്ളത് കൊണ്ട് വൈഫും പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കണം. യേശുക്രിസ്തുവിനെ പറ്റി അറിയാം, അല്പമെങ്കിലും അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിനെ പറ്റി അറിയാമല്ലോ. അതെ, ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് നമ്മൾ വിമൻ ഫോർ ജീസസിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം രണ്ടുപേരുടെയും വലിയ അനുഭവങ്ങളായതുകൊണ്ട് ഒന്നിച്ചിരുത്തി പറയിച്ചു കഴിഞ്ഞാൽ സമയങ്ങൾ രണ്ടുപേർക്കും കിട്ടത്തില്ല എന്നൊരു ചിന്ത കൊണ്ടാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, പാസ്റ്റർ ഇന്ന് ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു, ഒരല്പസമയങ്ങൾ സാക്ഷ്യം പറഞ്ഞു. പാസ്റ്റർ ശരിക്കും ഒരു വിധത്തിൽ പിശാചിനെ ആരാധിക്കുന്ന ഒരു ലെവലിലേക്ക് വരെ പോയി. പിശാചിനെ ഒരു വർഷം ആരാധിച്ചാണ്. പിശാചിനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, നമ്മൾ ചിന്തിക്കും ഈ സത്യദൈവത്തെ അല്ലാതെ ആരാധിക്കുന്നവരൊക്കെ പിശാചിനെ ആരാധിക്കുന്നു, അങ്ങനെങ്ങാണ് ആരാധിച്ചതായിരിക്കുന്നത്. അങ്ങനല്ല കേട്ടോ. ശരിക്കും ലൂസിഫർ എന്ന് പേരിട്ട് ലൂസിഫറിനെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു സാക്ഷ്യം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാത്താനാണെന്ന് മനസ്സിലാക്കി അവന്റെ പേര് വിളിച്ച് ആരാധിച്ച. അപ്പൊ പാസ്റ്റർ ചെറിയൊരു പശ്ചാത്തലമുണ്ട്. ഈ ലൂസിഫർ ആരാന്ന് അന്നൊക്കെ അറിയാം. അങ്ങനെ അറിയത്തില്ലെങ്കിലും പണ്ടങ്ങോ കേട്ട ഒരു നാടകത്തിന്റെ എങ്ങാണ്ട് ഒരു കോൺ അറിയാം, അത്രേ ഉള്ളൂ. അല്ല വേറൊന്നും അറിയുന്നില്ല. പക്ഷെ ഇത് റിയൽ ആയിരിക്കുന്ന അനുഭവം. ഞാൻ കണ്ടതാണ്. ഇവനെ എന്റെ മുമ്പിൽ വന്ന് നിന്നതാണ്. ദൈവത്തെ തള്ളി പറഞ്ഞ നിമിഷത്തിൽ എന്റെ അടുത്ത് വന്നതാണ്. ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പാസ്റ്റർ എന്ന് വിളിക്കോ, ബ്രദർ എന്ന് വിളിക്കോ. അതിന്റെ രസകരമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ സുവിശേഷം എല്ലായിടത്തും അറിയിക്കുമ്പോഴേ എല്ലാവരും എന്നെ പലതും വിളിക്കുന്നു. ചിലർ ബഹുമാനത്തോടെ എന്നെ വിളിക്കാറുണ്ട്, ചിലർ നമ്മളാരും കേൾക്കാത്ത ഭാഷകൾ പറയാറുണ്ട്. പക്ഷെ ആരെന്ത് പറഞ്ഞാലും എന്റെ ഹൃദയത്തിനോട് പ്രതികരിക്കാറില്ല. കാരണം നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരെന്ത് പറഞ്ഞാലും വളരെ മോശമായിട്ട് സംസാരിക്കും. പരസ്യയോഗക്കാരൻ. അതെ, പരസ്യയോഗക്കാരൻ. ശരിക്കും പറഞ്ഞാൽ ആ വിധത്തിലാണ്
ഒരു ഇവാഞ്ചലിസ്റ്റ്, കർത്താവിന്റെ വേല, എത്ര പരസ്യയോഗം നടത്തിയിട്ടുണ്ട്? ഇപ്പോഴൊരു എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഒന്നും കണക്ക് ചെയ്തില്ല, എങ്കിലും ഒരു 8,000-ഓളം പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. 8,000 പരസ്യങ്ങൾ വർഷത്തിൽ 600-700 പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പാസ്റ്ററുടെ പരസ്യങ്ങളുടെ വീഡിയോ ഒന്ന് ഓടിച്ചു നോക്കി, കണ്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം എന്നെ പരിചയപ്പെടുത്തി തന്ന ദേവദാസനോട് പറഞ്ഞൊരു പരസ്യയോഗത്തിലൊക്കെ ശുശ്രൂഷിക്കുന്ന ദേവദാസനാണ്. ജസ്റ്റ് ഞാൻ പേരടിച്ചൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കുറേ പരസ്യയോഗങ്ങളുടെ വീഡിയോ കിട്ടാനിടയായി. യൂട്യൂബിലൊക്കെ ഒത്തിരി പരസ്യയോഗ വീഡിയോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര പരസ്യത്തിന്റെ ശുശ്രൂഷിച്ച് കാണും. കാരണം അതിനകത്ത് തന്നെ ഞാൻ ഒത്തിരി കാണുവാനിടയായിട്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. റാന്നിയാണ്, അയിരൂരാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പാസ്റ്ററുടെ ഒരു കുട്ടിക്കാലം, മാതാപിതാക്കൾ, ജീവിത പശ്ചാത്തലം, ഇതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഇൻട്രഡക്ഷന് വേണ്ടി അത് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് സഹായിക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന അയിരൂരാണെങ്കിലും യഥാർത്ഥമായിട്ടും എന്റെ കുടുംബ പശ്ചാത്തലം കായംകുളം. അതായത് കായംകുളത്ത് എന്റെ ഫാദറിന്റെ അപ്പന്റെ വീട് മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുതുകുളം ഏവൂര്. അമ്മയുടെ വീട് ഭഗവതിപ്പടി എന്ന് പറയുന്നത് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിനോട് അടുത്തൊക്കെയാണ്. പക്ഷെ ഈ എന്റെ അപ്പന്റെ അമ്മയുടെ വിവാഹത്തിന് ശേഷം അവരെന്തോ, എന്റെ അപ്പൻ്റെ ഒരു മെയ്സൺ വർക്കാണ്. പണ്ട് ഈ ജോലികളൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അന്നത്തെയുള്ള പ്രത്യേകിച്ച് ഹിന്ദു ഫാമിലീസ് അനേകരും വളരെ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ ജോലി അന്വേഷിച്ച് എങ്ങനെ അവർ അയിരൂര് വന്നു. പിന്നെ അയിരൂർ അങ്ങ് സ്ഥിര താമസമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കൂടുമില്ലാതെ എന്റെ ബാല്യകാലത്ത് ഇങ്ങനെ അനേക വീടുകൾ മാറി താമസിച്ച് ഒത്തിരി നിന്ന് ഏറ്റ് ഇങ്ങനെ ജീവിച്ചൊരു കുടുംബം. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഞാൻ. അപ്പൊ ഞാൻ ട്വിൻസ് ആണ്. അവനോട് കൂട്ടിയാൽ 8 പേരുണ്ട്. പക്ഷെ ഇവൻ എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് 2-2.5 വയസ്സായപ്പോൾ മരിച്ചതായിട്ടാണ് എന്റെ അറിവ്. കൂടെ ഉണ്ടായിരുന്ന അപ്പം ജയനും വിജയനും എന്നാണ് പേരിട്ടിരിക്കുന്നത്. മറ്റവൻ ജയൻ, ഞാൻ വിജയൻ. പക്ഷെ എന്റെ കൂടെയുള്ള സൗരം മരിച്ചുപോയി. പിന്നെ എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങള് ഈ ജീവിച്ചു വന്ന ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിന്ദാപരമായിരിക്കുന്ന, കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിൽ കൂടെ കടന്നുപോയി. കാരണം അപ്പന് ജോലിയില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഈ മേസൺ വർക്ക് എന്നാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബിൽഡിംഗ് വർക്കുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 80-85 ശേഷം ഗൾഫ് പൈസയൊക്കെ വരാൻ തുടങ്ങിയ ശേഷമാണ് ഈ ബിൽഡിംഗ് വർക്കൊക്കെ തുടങ്ങിയത്. പണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്നും അപ്പൻ വീട്ടിൽ നിന്നും ഞങ്ങൾ വളരെ ഒറ്റപ്പെട്ടേക്ക് പോകുന്നതുകൊണ്ട് അവരാരും വീട്ടിൽ വരാറില്ല. ഞങ്ങൾ അങ്ങോട്ടും പോകാറില്ല. തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ്. പക്ഷെ അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയും. എന്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ ഒരു സുവിശേഷകനാക്കി ദൈവം പരിശീലിപ്പിച്ചെടുത്തു. കാരണം എന്താ വെച്ചാൽ ബാല്യ കൗമാര കാലങ്ങൾക്ക് ഭയങ്കരമായിരിക്കുന്ന പട്ടിണി കിടന്നിട്ടുണ്ട്. കഠിനമായിരിക്കുന്ന പട്ടിണി 3-4 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച്. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ 10-30 ഒക്കെ ഇരിക്കും. അത് വേറെ അനുഭവം, ആത്മശക്തിയില്ല. പക്ഷെ അന്ന് വെച്ചാൽ ഒന്നുമില്ല. പിന്നെ ക്ലാസ്സുകളിൽ മയങ്ങി വീഴുക. അപ്പൊ ടീച്ചേഴ്സിന്റെ പരിഹാസമായിട്ടുണ്ട്. എടാ വല്ലതൊക്കെ തിന്നിട്ട് ക്ലാസ് വരുന്നതൊക്കെ ടീച്ചേഴ്സ് പരിഹസിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോഴെന്താണ്, പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴും എനിക്ക് ഒത്തിരി ബാല്യകാലങ്ങളെ പറ്റിയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ വളരെയേറെ പറയാനുണ്ട്. അതായത് ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഒരു അന്തർമുഖനായിരിക്കുന്ന മനുഷ്യനായിരുന്നു. ആരോടും മിണ്ടാത്ത, എപ്പോഴും എന്തിനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന. പക്ഷെ അതല്ല, ഒരു തരം ഫിലോസഫിക്കൽ കാര്യങ്ങളെ ചിന്തിക്കുന്നില്ല. അതായത് ഞാൻ ഇപ്പോഴും മറ്റുള്ളവർ കേട്ടാൽ ഒരുപക്ഷെ വിശ്വസിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് 4 വയസ്സുള്ളപ്പോഴ് ഞങ്ങളുടെ വീട്ടിൽ, അതായത് ചോർന്നൊലിക്കുന്ന വീടുകളൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ ഞാൻ ആ വീടിന്റെ ഇറയത്തിരിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ കുത്തി വീടുമല്ലോ, മഴയത്ത് ഇങ്ങനെ ഇറമ്പടിക്കൂടെ. അപ്പൊ ഇതിങ്ങനെ കുമ്പളെ വീണിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോഴേ ഞാൻ ഇന്ന് പുറത്തു ഒരു 4 വയസ്സായിരിക്കുന്ന ഞാൻ ആ ഇറയത്ത് എന്നിട്ട് ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളല്ലോ മനുഷ്യന്റെ ജീവിതം ചിന്തിക്കുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. 4 വയസ്സ് എന്നുവെച്ചാൽ ഫിലോസഫിക്കലായിട്ട് അന്ന് തൊട്ടെ. എന്ന് മാത്രമല്ല, വളരെ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് ഈ മിത്തുകളോട്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളുള്ള സ്നേഹം വളരെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോകത്തിലുള്ള യാതൊന്നിനോട് എനിക്ക് സന്തോഷം അന്നും തോന്നിയിട്ടില്ല, ഇന്നും അങ്ങനെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എന്തിനോ എന്റെ ഹൃദയം കൊതിച്ചു, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ദൈവമുണ്ടോ, ദൈവം ഇല്ലയോ, അങ്ങനൊന്നും ചിന്തിക്കാനുള്ള ഇതില്ലെങ്കിലും എന്തോ വേറെ ഒന്നിനു വേണ്ടി ഞാൻ എന്റെ ഹൃദയം കൊതിച്ചിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വളരെ കുഞ്ഞുനാൾ തൊട്ടേ വളരെ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ കാണുന്ന പറഞ്ഞാൽ അത്ഭുതകരമായിരിക്കുന്ന സ്വപ്നങ്ങൾ, ഇങ്ങനെ പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ എന്റെ അപ്പനും അമ്മയും എനിക്ക് കാണിച്ചു തന്ന ഹിന്ദു മത വിശ്വാസപ്രകാരം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആ മതഭക്തി ജീവിച്ച പൂർണ്ണ ഹൃദയത്തോടെ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അയ്യപ്പൻ. അപ്പോൾ ഞാന് സ്വപ്നം കാണും. ചിലപ്പം അയ്യപ്പൻ നൃത്തം ചെയ്യുന്നൊക്കെ സ്വപ്നം കാണും. എന്ന് വെച്ചാൽ അയ്യപ്പൻ നൃത്തം ചെയ്യുന്നതല്ല, പക്ഷെ എന്റെ മൈൻഡ് അതുപോലെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ഞാന് അന്ന് ദൈവത്തെ പറ്റി അറിയത്തില്ലെങ്കിലും അതായത് സ്പിരിച്വലായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ചു. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഈ ഈവിൾ സ്പിരിറ്റിന്റെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്.
അതേത് വിധത്തിൽ അത് ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. പലപ്പോഴും പല പ്രേക്ഷകർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നേരിട്ട് കണ്ണുകൾ കൊണ്ട് അനുഭവം. ഇപ്പൊ ഞാൻ ഒരു വളരെ കുഞ്ഞിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. അന്ന് എനിക്ക് കൂടി വന്ന 5 വയസ്സായിട്ടില്ല. ഞങ്ങള് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലല്ല താമസിക്കുന്നത്, അയിരൂരുള്ള വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാല് പുറവശത്ത് 2 മുറി വെച്ചാൽ ഇതാണ് ഈ ചെറ്റപ്പുരയാണ്. അതായത് ഈ ഓലയും കൊണ്ടാണ് ഭിത്തിയൊക്കെ. മുമ്പിൽ ഒരു തുറന്ന് വരാന്തയുണ്ട്. ഇവിടെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം വീടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ എന്നും വൈകിട്ടൊരു 6-7 മണിയാകുമ്പോഴ് ഈ ഹാളിൽ ഒരു മേശയുണ്ട്. ആ മേശയിൽ ഒരു തടിമേശയാണ്. അതിലൊരു നിലവിളി കൊളുത്തി വെച്ചിട്ട് എന്ന് ഞങ്ങള് നാമം ചൊല്ലും. അത് മസ്റ്റാ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധത്തിലല്ല, അതൊരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ദിവസം അപ്പോൾ പെരയോട് ചേർന്നൊരു ബെഞ്ചുണ്ട്, ഇപ്പുറത്തൊരു മേശയുണ്ട്, ഇവിടെ എല്ലാം തുറസായിരിക്കുന്ന മിറ്റമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠനും എന്റെ പെങ്ങളും ഒക്കെ അങ്ങേപ്പുറത്ത് ബെഞ്ചിൽ ഇരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ രാമനാമമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റൂളിൽ ഇരുന്ന ഞാൻ എന്റെ ഹൃദയത്തിൽ വലിയ ഭയം ഉണ്ടാകുക. ഭയം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കണം, മാറി ഇരിക്കണം. 5 വയസ്സായിട്ടില്ലെന്ന് എനിക്ക്. അപ്പൊ ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടാകുക. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് എഴുന്നേറ്റിട്ട് എന്റെ സഹോദരന്റെയും സഹോദരിയുടെയും നടുക്ക് പോയിരുന്നു. നടുക്ക് പോയിരുന്നിട്ട് ഞാൻ ഈ സ്റ്റൂളിലോട്ട് നോക്കി. ഞാൻ ഇരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു 8-10 അടി നീളമുള്ള ഒരു കരം. അതിനൊരു നീല നിറമാണ്. ഞാൻ ഇത് സ്റ്റൂളിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കൈ നീട്ടിയിട്ട് പിന്നോട്ട് വലിക്കുന്ന ഞാൻ കണ്ടു. അതിന്റെ ഈ കണ്ണുകൊണ്ട് വ്യക്തമായിട്ട് കണ്ടത്. അപ്പൊ ഞാൻ ഇവരോട് വെച്ച് ഇതെന്തോ നിങ്ങൾ, അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ കുറച്ചു നേരം കൂടി ഇരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയാണ്. ഇപ്പൊ സ്പിരിച്വൽ ലോകത്തെ പറ്റി എനിക്ക് നല്ല അറിവുണ്ട് ഈ കാര്യത്തിൽ, ഇങ്ങനത്തെ അനുഭവങ്ങൾ. അപ്പം വളരെ കുഞ്ഞുനാൾ തൊട്ട് പിന്നെ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും എന്റെ ഹൃദയം ഇങ്ങനെ എന്തിനു വേണ്ടി കൊതിക്കുകയോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള അറ്റാക്കുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലതും ഞാൻ കാഴ്ചകൾ കാണാറുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഞാനൊരു 3 മണി 4 മണി ആയപ്പോ ഇങ്ങനെ ഏകനായിട്ട് നടന്നു വരുമ്പോഴാണ് അസാധാരണമായിരിക്കുന്ന അനുഭവം ഉണ്ടായി. വളരെ ദൂരെ ഒരു വലിയ വെളിച്ചം എന്റെ അടുക്കലേക്ക് ഒരു മിന്നൽ പോലെ എന്റെ മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വളരെ ധൈര്യവാനാണ്. അന്ന് എനിക്ക് കൂടെ ഒരു 10-20-25 വയസ്സൊക്കെ എത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഏകനായിട്ട് നടക്കാം. ഒരു 4 മണി ആയിട്ടില്ല രാത്രി. അപ്പോൾ ഞാൻ കണ്ട വെളിച്ചം ദൂരെ നിന്ന് വരുന്ന എങ്ങനെയാണ് ഒരു വെടിയുണ്ട പോലെ എന്റെ മുമ്പിൽ എന്നിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉയർത്തിട്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്നു. ചെറിയൊരു പന്ത് കത്തി ജോലിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം. അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ കണ്ണാടി എന്നില്ല എങ്കിലും ഞാൻ കണ്ണ് കേട്ടിട്ട് ഇങ്ങനെ നോക്കി, ഇങ്ങനെ കുറച്ചു നേരം നോക്കിയപ്പോഴും ഇതിനൊരു മാറ്റവുമില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ആണോ എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇവിടെ. ഇതെല്ലാം ഞാൻ വളരെ ചിന്തിച്ചെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ നേരിടാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് കൈ ചുരുട്ടി പിടിച്ചിട്ട് നേരെ നോക്കി നടന്നു. പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് അറിയാമോ, ഞാൻ വേറൊരു ലോകത്തേക്ക് പോകുന്ന ഒരു അനുഭവം, വേറൊരു ലോകത്തേക്ക് പോകുന്നത്. അല്പം കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. ആ ബോധം വരെ ഇത് ഞാൻ നോക്കിയപ്പോൾ മിന്നൽ പോലെ വേറൊരു ദേശത്തേക്ക് നീങ്ങി പോകുന്നു. അപ്പോൾ ഇത് ഞാൻ വേറെ എന്നാ ദേശത്തുള്ള ചില പ്രായമുള്ളവരോട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ പലരും ഇത് നോക്കും. പക്ഷെ നമ്മൾ എല്ലാ മനുഷ്യരും ഇങ്ങനെയുള്ള സ്പിരിച്വൽ നിയമങ്ങൾക്ക് കീഴിലാണെന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ വളരെ ബുദ്ധിമാനാണെന്നൊക്കെ ഞാനും പണ്ട് ചിന്തിച്ചെങ്കിലും എല്ലാ മനുഷ്യരും സ്പിരിച്വൽ അധികാരങ്ങൾക്ക് താഴെയാണ്. ഒന്നുകിൽ അത് സാത്താന്റെ അധികാരം, അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ അധികാരം. അല്ലാതെ ഒരു മനുഷ്യനും സ്വന്തം നല്ല നിന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എതിരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ദൈവം എന്നെ എന്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള അറ്റാക്കുകൾക്ക് എന്റെ മേലെ അധികാരമുണ്ട്. ദൈവം സൂക്ഷിച്ചാണ്. ഇനി വേറൊരു അത്ഭുതകരമായിരിക്കുന്ന വിഷയം പറയാം. അതായത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, പ്രശസ്തമാണ്. ഇവിടെ തൊഴാൻ പോകും. അപ്പൊ തൊഴാൻ പോകുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടെ തൊഴുന്നത്, അല്ല വേറെ ഇത് ദൈവമല്ലെന്നോ അങ്ങനെയൊന്നുള്ള ചിന്ത വളരെ പൂർണ്ണ ഹൃദയത്തോടെ. പക്ഷെ ദൈവമേ എന്ന് വിളിക്കത്തില്ല. ഒരു ക്ഷേത്രത്തിന് പോയി നമ്മൾ ദൈവമേ എന്ന് വിളിക്കാറില്ല. ഇപ്പം അവിടെ ചെന്നിട്ട് ആ ദേശത്ത് വാഴുന്ന ദേവി എന്നേ പറയത്തുള്ളൂ. ഇപ്പൊ ഗുരുവായൂർ ചെന്നാൽ ദൈവമെന്ന് പറയത്തില്ല, പറയുമില്ല, അവിടെ ഗുരുവായൂരപ്പം എന്ന് പറയത്തുള്ളൂ. അവിടുത്തെ പ്രതിഷ്ഠയുടെ പേര് ഗുരുവായൂരപ്പം. ശബരിമല ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പം എന്ന് വിളിക്കത്തില്ല, ആരും ദൈവം എന്ന് വിളിക്കത്തില്ല. ഞാനിത് പിന്നെ അനേകം ചോദ്യം പറഞ്ഞവരാരും ദൈവത്തെ വിളിക്കത്തില്ല. ഞാൻ ഈ ദൈവക്ഷേത്രത്തിന്റെ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവിടെ പോയി തൊഴും, പൂർണ്ണ ഭക്തിയോടെ ചെയ്തു. പക്ഷെ ഒരു ദിവസം അപ്പം നമുക്ക് ഈ ക്ഷേത്ര ആചാരങ്ങളെ പറ്റി അറിയാമായിരിക്കില്ല കുറച്ചെങ്കിലും. അപ്പം അതിന്റെ ഒരു യഥാർത്ഥമായിരുന്ന ക്ഷേത്രമുണ്ട്, പിന്നെ കുറെ ചുറ്റമ്പലങ്ങളുണ്ട്. അപ്പം ഈ ദേവീക്ഷേത്രത്തില് ഈ ശരിക്കുള്ള ക്ഷേത്രത്തിൽ നമ്മള് വഴിപാടുകളൊക്കെ ചെയ്തതിനു ശേഷം ഓരോ ചുറ്റമ്പലത്തിലും പോയി ചുറ്റി തൊഴും. അവിടെയും കർപ്പൂരവും കത്തിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കും അവിടെ യക്ഷിയമ്പലമുണ്ട്, യക്ഷിയമ്പലം. ആ യക്ഷിയമ്പലത്തിൽ ഞാൻ പോയിട്ട് ഞാൻ അവിടെ കർപ്പൂരം കത്തിച്ചു. കർപ്പൂരം കത്തിച്ച് ഞാൻ അപ്പൊ യക്ഷി എന്നും പറഞ്ഞൊരു പേര് വെച്ചിട്ട് ഒരു കല്ല വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ തൊഴുമ്പോഴാണ് ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമുണ്ട്. ഒരു നിഴൽ രൂപം ഈ പ്രതിമയിൽ നിന്ന് എഴുന്നേറ്റ് മാറി.
എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഇത്. പിന്നെ എനിക്കൊരു യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഒരു കാര്യം മനസ്സിലായി. അന്ന് ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ല, വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്കിലും ദൈവത്തിന്റെ കൃപ എന്നോട് കൂടി ഇരുന്നുകൊണ്ട് മാറിയിരുന്നു. അപ്പൊ ഇങ്ങനെ അനേകമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ ബാല്യം മുതൽ എനിക്ക് സാഹിത്യവാസന ഉണ്ടായിരുന്നു. ഈ സാഹിത്യവാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുട്ടത്ത് പെറുക്കി, കാനം വീജ ഈ ടൈപ്പുകളല്ല. എനിക്ക് അന്നും ഇന്നും യൂറോപ്യൻ സാഹിത്യങ്ങളുടെ ഇഷ്ടം. ഒരു സിനിമയാണെങ്കിൽ പോലും അവരുടെ എനിക്ക് അന്നും ഇന്നും താല്പര്യം. നമ്മുടെ ഇതുമായിട്ട് എന്റെ ഹൃദയം യോജിച്ചു പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഒരു പാശ്ചാത്യ ശൈലിയിലുള്ള അപ്പൊ അവിടെയുള്ള ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ കഥകള് ഇത് പറഞ്ഞോണ്ടോ ചോദിച്ചു, യൂറോപ്യൻ സാഹിത്യത്തോട് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം ഏത് തരത്തിലുള്ള ഒരു പശ്ചാത്തലം വിദ്യാഭ്യാസത്തിൽ പാസ്റ്റർ എന്ത് ചെയ്തു, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണമെന്ന്. അപ്പൊ ഇത് ഒരു പരിചയം വരാൻ പരിചയത്തിൽ നിന്നുണ്ടായതല്ല. ഇതിനകത്തൊന്നും എനിക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല, തൃപ്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അനേക നോവൽ വായിക്കുമ്പോൾ അതും വായിക്കുമല്ലോ. അപ്പോൾ അതും അവരുടെ ആ സാഹിത്യകാരന്മാരുടെ ജീവചരിത്രമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. എനിക്ക് വായന ഒരു ശീലമായിരുന്നു. വായനശീലം ലൈബ്രറിയിൽ പോയിട്ട് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. പിന്നെ അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, അദ്ദേഹം വളരെ ഒരു വായനശീലനായിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കും. അതിനകത്ത് ഒത്തിരി ഉണ്ട്. പക്ഷെ വെറുതെ വായിച്ചു. കോട്ടയം പുഷ്പാലയൊക്കെ കിട്ടിയാലും വായിക്കുമെന്ന്. ട്രാവലറുടെ നോവലൊക്കെ അതൊക്കെ സ്കൂൾ ജീവിതത്തിലാണ്. ഒരു 7 8 പഠിക്കുമ്പോഴേ പിന്നെ അതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ അല്പം കൂടെ ടോപ്പ് ആയിരിക്കുന്ന ഇങ്ങനെ വിദേശ സാഹിത്യത്തിനോടാണ് എനിക്ക് താല്പര്യം. ഇപ്പൊ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു സാഹിത്യ തിരുവ് ഉണ്ടായിരുന്നു, എം കൃഷ്ണൻ നായർ എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ സ്നേഹിതരായിരുന്നു. പക്ഷെ അദ്ദേഹം മരിക്കുമ്പോൾ ഏതാനും കാലം മുമ്പാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. പക്ഷെ അദ്ദേഹത്തോട് നേരിട്ട് സുവിശേഷം പറയാനുള്ള പറ്റിയിരുന്നൊരു വേദന എനിക്കുണ്ട്. അപ്പോൾ എന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നോക്കിക്കേ, സാഹിത്യത്തിന്റെ അസാധാരണമായിരിക്കുന്ന അനുഭവം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കുറെ എഴുതും, ബാക്കിയെല്ലാം പിന്നെ എപ്പോഴും എഴുതാൻ പറഞ്ഞ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അങ്ങനെ സ്കൂൾ ജീവിതത്തിൽ തന്നെ ഞാൻ സ്കൂളില് ഞാൻ പറഞ്ഞ ഒരു പേടിത്തോണ്ടായിരുന്നു ഞാൻ. എനിക്ക് ആരോടും വഴക്കുണ്ടാക്കത്തില്ല, പേടി, എനിക്ക് എല്ലാവരോടും പേടിയാ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പിള്ളേർ പേര് കൊടുക്കല്ലോ. അപ്പൊ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പങ്കെടുക്കണം, ഇങ്ങനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കല് ധൈര്യം എടുത്ത് ലളിതഗാനത്തിനൊക്കെ കൊണ്ട് പേര് കൊടുത്തു. പക്ഷെ ദിവസം ഞാൻ പോയില്ല, പേടിച്ചിട്ട് പോയില്ല. അപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ ഒറ്റ തവണ മാത്രമേ ഒരു മത്സരത്തിന് പങ്കാളിയുള്ളൂ. അത് സാഹിത്യ ചെറുകഥ രചനയാണ് 10ാം ക്ലാസ്സിൽ. അതിന് എനിക്ക് ഫസ്റ്റും കിട്ടി. അപ്പോൾ ഇങ്ങനൊരു എന്താണ് ആ അന്തർമുഖനായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ തന്നെ എന്റെ മൈൻഡ് പോകാത്ത ദേശങ്ങളില്ല. അതായത് നമ്മുടെ ആകാശത്തിനപ്പുറം എന്താണ്, ഗോളങ്ങൾക്കപ്പുറം എന്താണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ നമ്മുടെ ഈ സൗരയൂഥമൊക്കെ കറങ്ങുന്നില്ലേ, അപ്പൊ ഇതെല്ലാം ഒരു പഴിച്ചക്രം പോലാണെന്നൊക്കെ ഞാനങ്ങ് അത് തോന്നിപ്പിച്ചാണ്. അപ്പൊ എന്താണ്, ഇതെല്ലാം വെറുതെ ഒറ്റ ഇപ്പം നമ്മുടെ സൗരയൂഥം തന്നെ അത് മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങത്തില്ല. അപ്പോഴെന്താണ്, അത് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിനോട് ചേർന്ന് തിരിച്ചു കറങ്ങുന്ന ഒരു സൗരയൂഥം വേണം, ഈ പഴിച്ചക്രം പോലെ, എങ്കിലേ നിലനിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇതായിരുന്നു എന്റെ. അപ്പൊ തന്നെ നമ്മുടെ ജീവിതം കട്ടുമാരിക്കുന്ന വേദന കൂടെ കടന്നു പോകുന്നു. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം വേറെ വേറെ കാര്യങ്ങൾ, സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ വരെ. അപ്പം എനിക്ക് ആ സമയത്തൊന്നും വലിയ കൂട്ടുകാരില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് കടന്നു പോകുമ്പോഴാണ് ജീവിതം എന്നും ദുസ്സഹമാണ്, എന്ത് ചെയ്താലും വിജയിക്കത്തില്ല. എന്ത് കാര്യം ഭൗതികമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും വിജയിക്കും. നമ്മൾ എത്രമാത്രം കഠിന പരിശ്രമം ചെയ്താലും, എത്രമാത്രം നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നെ, ഞാൻ എന്ത് ചെയ്താലും ആത്മാർത്ഥമായിട്ടേ ചെയ്തോളൂ. ലാഭം വെച്ച് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് എത്രയും അത് പൂർണ്ണമായിട്ടും അത് പെർഫെക്റ്റ് ആകണമെന്നുള്ള ആഗ്രഹത്തോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒന്നും വിജയിക്കത്തില്ല. എന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മൾ ബിസിനസ് ചെയ്താലും എന്ത് ചെയ്താലും സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ ഒരിക്കലും മുന്നേറുവാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, ചില കുട്ടികള് ഞാൻ യേശുക്രിസ്തുവൊക്കെ തിരിഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. അതായത് ചില പിള്ളേര് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എന്നെ പരിഹസിക്കും, കളിയാക്കും. എന്തിനാണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. വെറുതെ എന്നെ പരിഹസിക്കും. ഈ യേശുക്രിസ്തുവിനെ പിന്നെ അവർ വെറുതെ എന്നെ പരിഹസിക്കുന്ന എഴുതിയിരിക്കുന്ന പോലെ ഒരു കാര്യം. പക്ഷെ ഞാൻ കരയും അന്തരം പോയിരുന്നു. ഇതെന്താ ഇവര് പരിഹസിച്ചെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഞാൻ ഇവരോടൊന്നും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. ഞാൻ സ്കൂളിൽ വെച്ച് എങ്ങും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനൊരു കാര്യമോ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് ആ രീതിയിലൊന്നും ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ സൗമ്യനാണ്, ഒരു മൂലയിൽ കൂടെ പോകും. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ 10ാം ക്ലാസ് കഴിയുമ്പോഴാ അന്നുണ്ടല്ലോ എനിക്ക് ഈ പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന ദിവസവും ഞാൻ പഠിക്കത്തൊന്നുമില്ല, കുത്തിയിരുന്നു. പക്ഷെ അതങ്ങ് ജയിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ടീച്ചറാകാനായിരുന്നു. ടീച്ചർ ഉദ്യോഗത്തോട് വലിയ സ്നേഹമായിരുന്നു. പക്ഷെ അന്ന് അത് 83-ലാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. അന്ന് 300 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് TTCക്ക് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് 286 മാർക്ക് കിട്ടുള്ളൂ, ഒന്നും പഠിക്കാതെ.
അതായത് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ശീലം എനിക്ക് ഇല്ല. പക്ഷെ അന്ന് 300 മാർക്ക് മേടിച്ചിരുന്നെങ്കിൽ ഞാനൊരു അധ്യാപകനായിട്ട് തീർച്ചയായിട്ടും അധ്യാപകനായിട്ട് തീർന്നേനെ. അതിന്റെ ഒരു അധ്യാപകന്മാരാണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനൊരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കാനിടയായി. സുവിശേഷം പറയുന്നതിന് മുമ്പുള്ള കാലമാണ്. അത് ഞാൻ സാഹിത്യമായിട്ട് അടക്കം ഇദ്ദേഹത്തോടെ കുറെ ലോകകാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, വിജയ ഇതൊന്നും എന്നോട് പറയല്ല, എനിക്കിതിനെ പറ്റി ഒന്നും അറിയത്തില്ല. കാരണം ഞാൻ 18ാമത്തെ വയസ്സ് തൊട്ട്, അന്ന് ഞാൻ ഈ അധ്യാപകനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് 83 years ഉണ്ട്. ഞാൻ 18ാമത്തെ വയസ്സ് തൊട്ട് 55ാമത്തെ വയസ്സ് വരെ 12 വയസ്സുള്ള കുട്ടികളെ കൂടെയായിരുന്നു ജീവിതം. എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയല്ല, ഏതെങ്കിലും അധ്യാപകൻ പൊതുവെ 1-2 സബ്ജക്റ്റ് ആയിരിക്കും പഠിപ്പിക്കുന്നത് അല്ലെ. കണക്ക് മാഷ് എപ്പോഴും കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാഷ് ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ചു. അതെ. അപ്പൊ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഹെഡ് മാസ്റ്റർ സാറിനോട് പറഞ്ഞു, സത്യസന്ധനായിട്ട് പറഞ്ഞു, വിജയ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തെ പറ്റി അറിയത്തില്ല. പുള്ളി സത്യസന്ധനായിട്ട് അദ്ദേഹം ഇന്നും ഉണ്ട്. അപ്പം ഞാൻ അപ്പൊ ചിന്തിച്ചവിടെ ഞാനൊരു സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രക്ഷയിലേക്ക് പോലും എനിക്ക് വരാൻ കഴിയുമായിരുന്നു. കാരണം ഞാൻ അതിനകത്ത് ഒതുങ്ങിപ്പോയത്. എന്നാൽ ഞാൻ അധ്യാപകൻ അല്ലാന്നിരിക്കെ തന്നെ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്റെ ലോകം വിസ്തൃതമാണ്. ആൾക്കാരുമായിട്ട് വലിയ സഹകരണമില്ലെങ്കിലും വിസ്തൃതമാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ +2 ചേർന്നു. +2 ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ പ്രീ ഡിഗ്രി. അതെ. അപ്പൊ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ സമയത്തേക്ക് സാത്താൻ എന്നെ ശരിക്കും കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വലിയ ആളാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ് ഇവിടെ സ്കൂളിൽ പഠിച്ചത് അത് മാതാപ്പാറ, അയിരൂരിലുള്ള മാതാപ്പാറ പഠിച്ചത്. 1ാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചത്. അപ്പൊ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ പോയി കോളേജിൽ ചേർന്നു. കോളേജിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ പോയതാ. പക്ഷെ ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വലിയ സന്തോഷം ആ സമയത്ത് അനുഭവിക്കുന്നത്. എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സന്തോഷമില്ലായിരുന്നു. പക്ഷെ ഈ സമയത്തുള്ള സന്തോഷം, മരണത്തോട് എനിക്ക് ഭയങ്കര സ്നേഹം തുടങ്ങി. അപ്പോൾ ഞാന് ക്ലാസ്സിൽ കയറത്തില്ല. അവിടെ പോയി ഒരു പാറമടയുണ്ട്, അവിടെ പോയി കുത്തിയിരിക്കും, എന്തെങ്കിലും നോട്ട് ബുക്കിലെ കഥയോ കവിതയൊക്കെ കുറിച്ചിടും. അപ്പൊ എന്നിട്ട് വൈകിട്ട് വന്ന് കിടക്കുമ്പോൾ എന്റെ സന്തോഷം എന്താണെന്നറിയാമോ, ഇന്ന് രാത്രി ഞാൻ മരിക്കും, ഈ രാത്രി ഞാൻ മരിച്ചു പോകും. പിന്നെ ഞാൻ തന്നെ എക്സ് സ്ക്വയർഡും വൈ സ്ക്വയർഡും കുത്തിയിട്ട് പഠിക്കാൻ ഞാൻ മാത്സാ എടുത്തേ, എന്തിനാ ഞാൻ പഠിക്കുന്നേ, ഇന്ന് രാത്രി ഞാൻ മരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് സാത്താൻ കൊണ്ടിട്ടു. സാത്താനാണെന്ന് ഇന്നറിയാം, മരണത്തോട് ഭയങ്കര സ്നേഹം. അപ്പൊ അന്നൊക്കെ ഞാൻ എഴുതുന്ന കവിതകളെല്ലാം മരണത്തെ പറ്റിയാണ്. മരണത്തെ ഒരു കാമുകിയായിട്ട് ചിത്രീകരിച്ച, അതെന്നല്ല ഇപ്പൊ ഓർമ്മയില്ലെങ്കിൽ മനോഹരമായിരിക്കുന്ന കവിതകളാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി, പിന്നെ നമ്മുടെ ഈ പുരാണങ്ങൾ കത്തിച്ചു കളഞ്ഞു, അതെല്ലാം അന്നേ പോയി. അതല്ല പിന്നെ വലിയ ഹായ് ഇതിലുള്ളതാ പിന്നെ മുഴുവൻ കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. അത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. +2 പരീക്ഷ എഴുതിയില്ല, കാരണം അറ്റൻഡൻസ് ഇല്ലായിരുന്നു. പിന്നെ വീട്ടിലെ കഠിനമായിരിക്കുന്ന ചില ദാരിദ്ര്യത്തിലും സാഹചര്യത്തിലും പറ്റി ഞാൻ 17ാമത്തെ വയസ്സിൽ പ്രൊഫഷണലായിട്ട് വർക്കിന് ജോലിക്കാരൻ, ഫ്ലോറിംഗ് വർക്കായിരുന്നു. എന്റെ ഫാദറിന് ഇതൊക്കെ ആയിരുന്നു, ഞാൻ ഫ്ലോറിംഗ് വർക്കായിരുന്നു ചെയ്തു. ഫ്ലോറിംഗ് അന്ന് മൊസൈക്കാണ്. പക്ഷേ ഞാൻ കഠിനപ്രയത്നം ചെയ്തു, രാപ്പകലില്ലാതെ ഞാൻ കഠിനപ്രയത്നം ചെയ്തതിലും എന്റെ കയ്യിൽ 50 പൈസ കാണത്തില്ല, 1 രൂപ കാണത്തില്ല. എന്നും കടം മാത്രമേ. ഞാൻ കള്ളു കുടിച്ചു അങ്ങനെയൊന്നും പോയില്ല, സിനിമ കണ്ടൊന്നും പോയില്ല. പക്ഷെ എന്റെ കയ്യിൽ ഇന്നും കടം മാത്രമേ ഉള്ളൂ. ഈ കഠിനമായിരിക്കും ദുസ്സഹമായിരിക്കുന്ന അനുഭവത്തിലാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിൽ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ഒരു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ 3, 4, 5 കിലോമീറ്റർ അകലെയായിരിക്കും ഒരു പണിസൈറ്റ്. അപ്പൊ പകലത്തെ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിയും കഴിഞ്ഞ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീണ്ടും നടക്കും. അന്ന് വണ്ടി സ്കൂട്ടറൊന്നും ഇല്ല. ഈ 5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും ഒരു 9 മണിയാകുമ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ 10 10:30 ആകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഞാൻ ഏകനായിട്ട് വിജയമായിരിക്കുന്ന സ്ഥലത്ത്, ഇന്ന് ഓർത്താൽ ചിലപ്പം അല്പം തോന്നും, കാരണം വല്ല എന്തെങ്കിലും സംഭവിച്ചാൽ ആരും അറിയത്തില്ല. കറണ്ട് അല്ല നടക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഇവിടുത്തെ പണി സൈഡിലോട്ട് നടക്കുക. അപ്പം കയ്യിലൊരു ലൈറ്റ് ഉണ്ട്, ലൈറ്റ് പോലും ഞാൻ അടിക്കത്തില്ല, ഇരുട്ട് കൂടി ഇങ്ങനെ ഏകനായിട്ട് നടക്കും. അപ്പൊ ഈ ആ സമയത്തൊക്കെ വിജയമാണ് സർ. അവിടെ ചെന്ന് 2 3 മണിക്കൂർ ഈ പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് തിരിച്ച് ഒരു 2 മണി 3 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കും. ഇത് പണിക്കാനല്ലോ, ഈ രാത്രി നടക്കാനുള്ള സ്വകാര്യമില്ലല്ലോ, നമുക്ക് ഏകനായിട്ട് നടക്കാം. അപ്പൊ എന്താ, ഇതെല്ലാം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് ഓരോ കാര്യങ്ങൾ. ശരിക്കും മരണത്തെ സ്നേഹിച്ചു, ഇരുട്ടി നടക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഒരു വേറെ റൂട്ടായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളെ കാണുക. അപ്പൊ ശരിക്കും നമ്മൾ മറ്റേതോ ഒരു ശക്തിയുടെ കൺട്രോളിൽ അങ്ങ് പോയി തന്നെ. അപ്പോൾ ഇങ്ങനെ രാത്രികാലം സഞ്ചരിക്കുമ്പോൾ ഞാൻ ഇന്ന് സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കവിതകളൊക്കെ ഉണ്ടാവും. കവിത അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കവിത എല്ലാം ഫിലോസഫിക്കല്ല കവിതകളൊക്കെ. ഞാൻ പല കവിതകൾ എഴുതി എന്റെ വേറൊരു സ്നേഹിതനല്ല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പെൻഗ്വിൻ ബുക്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഓക്കെ പറഞ്ഞാണ്. പക്ഷെ അവര് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പ്രശസ്തനായതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് റിലീസ്, കാരണം അവർക്ക് ഇത് ബിസിനസ്സാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശസ്തൻ ആയവരുടെ മാത്രമേ അവര് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ
അത് നല്ല മനോഹരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ രാത്രി കടന്നു പോകുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ നീലാകാശം, മുഴുവൻ നക്ഷത്രങ്ങൾ. ഞാൻ നക്ഷത്രങ്ങളിലെ ഇടയിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തി. നക്ഷത്രങ്ങളിലേക്കല്ല, നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്റെ കൈ ഉയർന്നു. എന്നാൽ പറഞ്ഞു, എന്റെ ദൈവമേ ഞാൻ നിനക്കുള്ളവനാന്ന് പറഞ്ഞു. ഉറക്കെയാ പറയുന്നത്, ആരുമില്ല കേൾക്കാൻ. ദൈവമേ ഞാൻ നിനക്കുള്ളവനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിട്ട്, അത് ദൈവമാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഭജിക്കുന്നത്, ഞാൻ ക്ഷേത്രങ്ങളിലല്ലേ പോകുന്നത്, അവിടെ ആയത് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ആരുടെ, കൃഷ്ണന്റെയോ ശിവന്റെയോ ആരുടെ പേരല്ല, ദൈവമേ എന്നാ പറഞ്ഞു. ദൈവമേ. എന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ പോയി. എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. അതിനുശേഷം കുറച്ചു നാൾ കഴിയുമ്പോൾ, കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പറയും, നമ്മുടെ ഒരു അലസനാണെങ്കിലും ഓക്കെ, ബുദ്ധിയില്ലാതാണെങ്കിലും ഓക്കെ, പക്ഷെ എല്ലാ കഴിവുകളും എല്ലാ നിറവുകളും ഉണ്ടായിട്ടും എന്റെ ജീവിതം കഠിനമായിരിക്കുന്ന വേദന കൂടെ കടന്നുപോയി. അങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് നിരാശ വന്നിട്ട്, ഇതേപോലെ രാത്രി 2 മണി 3 മണി സമയത്ത് വിജനമായിരിക്കുന്ന ഒരു സ്ഥലത്ത്, പകലുപോലും അതുവഴി നടക്കാറില്ലായിരുന്നു. നടക്കത്തില്ലെന്നല്ല, പക്ഷെ എന്താണ് ഭീകരാവസ്ഥയുള്ള സ്ഥലം. അവിടെ തൊട്ടടുത്തൊരു തോടുണ്ട്, ഒരു ചെറിയ കാടുണ്ട്, അവിടെ ആരോട് വെള്ളത്തിലൊക്കെ മുങ്ങി ചതറെന്നൊക്കെ പറയുന്നത്. അപ്പൊ പകല് പോലും അതുവഴി പോയാൽ അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ അധികം വീടുകളും പിന്നെ ഒന്നുമില്ലല്ലോ, വിജനമാണ്. അപ്പൊ ഈ രാത്രി 2 മണി 3 മണി സമയത്ത് ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഓരോ ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തിയ കഥകളും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ദൈവഭയം ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ഭയം, നമ്മുടെ മനസ്സിനെ ഇതൊക്കെ സ്വാധീനപ്പെടുത്തും. അപ്പോൾ ഞാൻ അവിടെ എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ ദൈവത്തെ വിളിച്ചു, എനിക്ക് എന്നാ പ്രയോജനം? അപ്പൊ ഇത് കേൾക്കുമ്പോൾ കേൾവിക്കാർ വിചാരിക്കുന്ന പണം കിട്ടുന്ന കാര്യമാണ്. അല്ലത്, എനിക്ക് അന്നും ഇന്നും പണത്തോട് സ്നേഹമില്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ മറ്റെന്തിനാ വേണ്ടിയുള്ള ദാഹമാണ്. ഇത്രയും നാൾ ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് എന്നാ പ്രയോജനം? എനിക്കൊരു ഗുണവുമില്ല, എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദൈവമേ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവമേ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ആ വിജനമായിരിക്കുന്ന സ്ഥലത്ത് എന്റെ അടുക്കൽ ഇതാ ഒരു മനുഷ്യരൂപം വന്നിരിക്കുക. നമുക്ക് ഇതുപോലൊരു വ്യക്തിയല്ല, ഒരു ഇരുണ്ട രൂപമായിട്ട്. അത് കണ്ണു തുറന്ന് സ്വപ്നമല്ല, കണ്ണു തുറന്ന് വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ്. ദൈവമേ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ സെക്കൻഡ്, കാരണം ഞാൻ ദൈവത്തെ തള്ളി പറയാൻ വേണ്ടി ഇവൻ എന്നെ ഇട്ടിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേണം ഇവൻ എന്നെ എന്നിലേക്ക് കയറാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവനെ അങ്ങ് സ്വീകരിക്കാൻ പോകുന്നു പറഞ്ഞു. ലൂസിഫർ ഞാൻ പേരിട്ടു, അവനെ അങ്ങ് സ്വീകരിച്ചു. മുന്നിൽ നിൽക്കുന്ന രൂപത്തിന് ലൂസിഫർ പേരിട്ട് ഞാൻ സ്വീകരിച്ചു. അന്നല്ല നടന്ന സംഭവം. എന്നിട്ട് ഞാൻ ഇവനെ ഹൃദയത്തിൽ വെച്ചു. ഹൃദയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിരിക്കുന്ന വിൽ പവറുകൾ എനിക്ക് പിന്നുണ്ടായി. ഈ പണ്ട് ട്രാക്കുള നോവലൊക്കെ വായിക്കുമ്പോഴേ ഈ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാണുമ്പം എന്താണ് ഈ ട്രാക്കുളയൊക്കെ കാണുമ്പോൾ ഈ വാൽ അതിന്റെ കാലുകൾക്കിടയിൽ കയറ്റി വെച്ച് മൂങ്ങിക്കൊണ്ട് ഓടുന്നു. എനിക്ക് അനുഭവമുണ്ട്. ഒരിക്കലും ഒരു വലിയ നായ എന്നെ കടിക്കാൻ വന്നു. അത് പകല കുറച്ചുകൊണ്ട് ഓടി വന്നാ ഞാൻ എന്റെ കണ്ണിലേക്ക് നോക്കിയുള്ളൂ. പെട്ടെന്ന് എന്റെ കണ്ണിലേക്ക് അത് നോക്കിയിട്ട് അതിന്റെ വാല് അതിന്റെ കാലുകൾക്കിടയിലേക്ക് കയറ്റി വെച്ചിട്ട് നിലവിളിച്ചിട്ട് മൂങ്ങിക്കൊണ്ട് തിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നില്ല ഇതുണ്ടെന്ന്. അത് എന്ന് മാത്രമല്ല, എനിക്ക് സമയം ഇപ്പം രാത്രി ഒരു ഏത് നല്ല ഉറക്കത്തിലും വിളിച്ചോണ്ട് സമയം എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മിനിറ്റ് ഉൾപ്പെടെ പറയും. 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് എന്ന് പറയും, കറക്റ്റ്. പിന്നെ അസാധാരണമായിരിക്കും വെച്ചാൽ ഏത് ചൂട് കയ്യിലെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ ആഴി തുള്ളുന്നൊക്കെ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ശക്തിയാ, അല്ലാതെ വെറുതെ ഇത് കണ്ടിട്ടൊന്നുമല്ല. അപ്പൊ എനിക്കൊരു ചൂട് വസ്തു കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പൊള്ളത്തില്ലായിരുന്നു ആ സമയങ്ങളില്ല. അസാധാരണമായിരിക്കുന്ന വിൽ പവറുകളായി. പക്ഷെ അങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോഴും എന്റെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത കിട്ടും. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നുണ്ടാകുന്ന സംഭവങ്ങൾ അസാധാരണമാണ്. കാരണം അങ്ങനെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നടക്കുമ്പോൾ എന്റെ കൂടെ ഒരാൾ നടക്കുന്നതായിട്ട് എനിക്കറിയാം. പാദപതനം എനിക്ക് കേൾക്കാം. ഒരിക്കല് ആരുടെ നിശ്വാസം എന്റെ തോളിൽ വന്ന് അടിക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അപ്പൊ എന്റെ ഹൃദയം പറഞ്ഞു, നീ മരിക്കാൻ പോവാം, പക്ഷെ നീ മരിക്കത്തില്ല, നീ ഹോസ്പിറ്റലിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത എന്ന് പറയാനൊക്കത്തില്ല, അതൊരു വെളിപ്പാട് പോലത്തെ അനുഭവം. അതിനുശേഷമാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഭവനത്തിൽ വെച്ച് തന്നെ കറണ്ട് അടിച്ചു. ഇതുണ്ടായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അതായത് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസം. അപ്പോൾ ഇവന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ ഷോക്ക് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. എന്റെ കൂടെ ജോലി കണ്ടെന്ന് അവൻ പോയായിരുന്നു. ഞാൻ രാത്രി ഇപ്പോൾ ജോലി ചെയ്യാൻ പറഞ്ഞ് വിചാരിച്ച ഒരു ബൾബ്, അത് അവിടുത്തെ വയറിംഗ് ഒന്നും പൂർത്തീകരിച്ചിട്ടുള്ള വീടല്ല. അപ്പോൾ ഈ ബൾബ് ഹോൾഡറിനകത്തോട്ട് ഇടാനായിട്ട് ഒരു ടോയ്ലറ്റിനകത്തോട്ട് കയറിയതാണ്. പക്ഷെ അങ്ങോട്ട് കയറി എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ബോധം വരുമ്പോഴേ ഞാൻ നിലത്ത് ഇങ്ങനെ കിടക്കുക. അപ്പം ഒരു കൊച്ചു ചെറുക്കം വന്ന് വാതിലെ കൂടെ എത്തി നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് ആ വീടിന്റെ ഉടമസ്ഥന്റെ മോൻ, അവൻ ചായയും കൊണ്ട് അങ്ങോട്ട് വന്നത്. പക്ഷെ ഇവൻ എന്നെ കയറി പിടിച്ചില്ല. അപ്പൊ എനിക്കറിയാം കറണ്ട് അടിച്ചത് ഒരു ഉത്ബോധം എനിക്കൊന്നും. ഇവൻ വന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന മാത്രമേ കണ്ടു. പിന്നെ എനിക്ക് പുറത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അകത്ത് നല്ല ബോധമുണ്ട്, അകത്ത് നല്ല ബോധമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയാണ്,
പിന്നെ എന്റെ അമ്മയോട് വലിയ സ്നേഹമാണ്. അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. അമ്മയെ അമ്മയെ കാണാൻ പറ്റത്തില്ല. കഠിനമായിരിക്കുന്ന ഇങ്ങനെ ഒത്തിരി ചിന്തകൾ കുറെ നേരം ഇങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് അപ്പം നമുക്കറിയാം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന അറിയാം. അതിങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന അനുഭവിച്ചു തന്നെ അത് ഈ കാലെ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് കയറി തേനീച്ച കൂടി ഇറച്ച് തലച്ചോറിനകത്തോട്ട് ഇറങ്ങി പോകുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതായത് ഈ കറണ്ട് പാസ്റ്റർക്ക് അടിച്ചു, അതിനുശേഷം അവിടുന്ന് ഡിസ്കണക്ട് ആകുന്നില്ല. ഇത് കയ്യിലെല്ലാം കൂടെ ചുറ്റി ഞാൻ അവിടെ നിലത്ത് കിടക്കി പാസ് ചെയ്തുകൊണ്ടിരിക്കുക, കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ തേനീച്ച കൂടി ഇറച്ച് കയറി തലച്ചോറിനത്തോട്ട് ഇറങ്ങി പോകുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഈ ഞാൻ നിലത്ത് കിടക്കുന്നതായിരുന്നു. പിന്നെ എനിക്ക് പുറമെ ബോധമില്ല, അകത്തെല്ലാം അറിയാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പം എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. എന്റെ വായിക്കൂടെ എന്തോ ചൂടുള്ള സാധനം പുറത്തോട്ട് ചാടുന്നതായിട്ട് എനിക്ക് തോന്നി, അനുഭവിച്ചു. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ മരിക്കാൻ പോവാം, ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. എന്നിട്ട് ഞാൻ ഉണ്ടല്ലോ, പക്ഷെ അസാധാരണമായിരിക്കും ഒരു സമാധാനം കൊണ്ട് എന്റെ ഹൃദയം എന്ന് പറഞ്ഞു. അസാധാരണമായിരിക്കും, എനിക്ക് ഭയം ഉണ്ടായില്ല. ഞാൻ മരിക്കാൻ വേണ്ടി ശാന്തമായിട്ട് കിടന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. ഒത്തിരി പേര് ദൈവത്തെ വിളിച്ച് രക്ഷപ്പെട്ടായിട്ടൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ദൈവത്തെ ഒന്ന് വിളിച്ചേക്കാന്ന് വെച്ചാൽ, ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ആരെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല, എങ്കിലും ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത സെക്കൻഡിൽ ലൈൻ ഡിസ്കണക്ട് ആയി. സംഭവിച്ചാൽ ഈ എത്തി നോക്കിയ പയ്യൻ എന്നെ കയറി കൊച്ചിയൊക്കെ 4ാം ക്ലാസ് കണ്ടാണ് പഠിക്കുന്നത്. ഇവൻ ഇവിടുന്ന് പേടിച്ച് നിലവിളിച്ച ഓടിപ്പോയി. ഇവൻ കുറെ അങ്ങോട്ട് ഓടിപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വീടിന്റെ വഴിക്കാം. ഇവൻ ഇങ്ങനെ പേടിച്ച് ഓടുന്നു, ഇവൻ ആരോടും പറയുന്നില്ല. അപ്പം ഇവൻ ചോദിച്ചു, എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് ഓടുന്നേ? അപ്പം പറഞ്ഞു, വിജയനണ്ണനെ കറണ്ട് അടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അവൻ അവിടെ നിന്ന് ഓടി വന്നിട്ട്, അപ്പം ഇന്നലെ വരെ അടുത്ത വീട്ടിൽ നിന്നായിരുന്നു കറണ്ട് എടുത്തത്. ഇവൻ ഇത് മറന്നുപോയി. ഇവൻ അടുത്ത വീടെല്ലാം ചുറ്റിക്കറങ്ങി നോക്കി എവിടെ നിന്ന് എന്റെ ലൈൻ വരുന്നതെന്ന്. പെട്ടെന്ന് ഒരു ബോധം വന്നാൽ ഇന്നലെ ഇവിടെ കറണ്ട് കിട്ടിയല്ലോ. ഇവ വന്നിട്ട് ഇത് എല്ലാം കൂടെ വലിച്ചു പറിച്ച്, അത് ഓഫ് ചെയ്യാനൊന്നുമില്ല, എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. അങ്ങനെ ഇത് ഓഫ്. അപ്പൊ എനിക്ക് എഴുന്നേറ്റ് വന്നപ്പം അങ്ങ് വിശ്വസിക്കാൻ പറ്റിയത്, ഞാൻ ചോദിച്ചാൽ ഞാൻ മരിച്ചില്ലേ? അപ്പൊ എന്നിട്ടും നമുക്ക് മരണത്തിലേക്ക് പോയില്ല. മരണത്തിൽ പോയില്ല. അത്രയും സമയം നമുക്ക് സാധാരണ ഒന്ന് തൊട്ടാൽ മതി ചാകാൻ. ഓക്കെ. അപ്പോൾ ഹാർട്ട് നിലച്ചു പോകുമല്ലോ. അപ്പം എന്റെ നാക്കെല്ലാം കൂടി ഇങ്ങനെ കടിച്ചു മുറിച്ചിട്ട് എന്റെ വായിൽ നിന്ന് ഒരേം പതയെല്ലാം കൂടി ചാടി, തലയൊക്കെ പൊട്ടിയായിരുന്നു പിറ്റേ ചെന്നടിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടെ വന്നു. എന്നെ വിളിച്ച റാന്നിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 15 ദിവസം അവിടെ കിടന്നു. അപ്പോഴാണ് ഈ വിരള് ഇങ്ങനെ ആയിപ്പോയത്. ഇതിലാണ് ഈ വയറ് ചുറ്റി കിടന്നത്. അവിടെ ഉണ്ട്, ഇവിടെ പൊള്ളലുണ്ട്. അപ്പൊ ഇത് ചുറ്റി കിടന്നിട്ട് ഇതങ്ങ് വെന്തുപോയി. ക്യാമറയുടെ വിരള് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ ഞരമ്പില്ല, വെയിനെല്ലാം കത്തിപ്പോയിട്ട്. അസ്ഥിയുണ്ട്, ഇല്ല, നൂരത്തില്ല. അപ്പം എന്നെ ചോദിച്ചാൽ ഞാനന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പറഞ്ഞു. നേരെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ല ഇതല്ലേ. ഇതിപ്പോ ആരും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഇത് ചുരുട്ടി പിടിച്ചാർക്കും മനസ്സിലാകത്തില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ഹാളിലൊക്കെ പോയി പ്രസംഗിച്ചു കഴിയുമ്പോൾ പലരും ചോദിക്കും കൈക്ക് എന്നാ പറ്റും ചോദിക്കും. ഞാനിത് ഓർക്കത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ 15 ദിവസം അവിടെ കിടന്നിട്ട് തിരിച്ചു വന്നു. പക്ഷെ പിന്നാണ് അപ്പം ആദ്യം അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു വർഷം സാത്താൻ ആരാധിച്ചു. സാത്താൻ ആരാധിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോകാറില്ലെന്ന് തോന്നുന്നു, ഇല്ലായിരുന്നു എന്റെ ഓർമ്മ. പക്ഷെ ഞാൻ വീണ്ടും സാത്താനെ തള്ളി ഈ അപകടം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹം, എന്താണ് അമ്പലങ്ങളിൽ പോകാൻ. അന്ന് വരെ ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ പോകാൻ തുടങ്ങി. കാരണം ഒരു വിശ്വാസമായത് ദൈവത്തെ വിളിച്ചു രക്ഷപ്പെട്ടു. ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞാലും അതും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യം കഴിഞ്ഞു. പക്ഷെ വീണ്ടും ഞാൻ പൂർവാധികം ശക്തിയോടെ ക്ഷേത്ര ആരാധന തുടങ്ങി. മൂകാംബിക പോയി, അവിടെ കർണാടകയിലുള്ള. കാരണം എന്തിനോ വേണ്ടൊരു പുതിയ ആഗ്രഹം. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്താണ് എന്റെ ഹൃദയത്തിൽ തന്നെ ഭയങ്കരമായിരിക്കുന്ന അസ്വസ്ഥ ഉണ്ടായിട്ട് പറഞ്ഞു, ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നല്ല ഞാൻ വിട്ടുപറയും. ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ എന്റെ സ്വന്തം അനുഭവങ്ങൾ, ആരുടെ ഉപദേശങ്ങളൊന്നുമില്ല. അപ്പൊ ഇടയ്ക്കൊന്ന് സന്യാസിയാകണമെന്ന് വിചാരിച്ചു. മൂകാംബിയെ പോയി അതൊക്കെ വേഷമൊക്കെ ധരിച്ചു. അപ്പോൾ പക്ഷെ ഇതിനകത്തൊന്നും ഒരു സന്തോഷവും ഇല്ല, ഒരു സത്യവും ഇല്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരാൾ സംസാരിച്ചു. അത് പുറത്തു നമ്മൾ സ്വരം കേട്ടെന്ന് ചോദിച്ചു. മനുഷ്യരല്ല, ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ മനുഷ്യനെ പോയി കാണാൻ പറഞ്ഞു. അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം ഒരു യാക്കോബായ മതത്തിൽ ജീവിച്ച് ഭയങ്കരമായിട്ട് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ആയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ സൗമ്യനാണ്, ഇപ്പൊ വളരെ ശാരീരിക അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. എന്റെ ബ്രദറിന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പൊ ഈ മാനസാന്തരമാണ് എന്താ പെന്തോക്കോസ്തേ രക്ഷ എന്തോന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം ചോദിച്ചു. അപ്പൊ സാഹിത്യമായിട്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. പുള്ളി ഒരു സാഹിത്യവാസനയിൽ താല്പര്യമുള്ളതാണ്. അദ്ദേഹമാണ് എന്റെ ഈ കവിതകള് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നത്. പുള്ളി അതിനൊക്കെ വളരെ ടാലന്റ് ആയിരിക്കും മനുഷ്യൻ.
അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യാൻ പറ്റും? ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞാൻ ഇനി പറയുന്നത് ഇച്ചിരി ശ്രദ്ധിച്ചോളാം. അതായത് ദൈവത്തിന്റെ ടൈമിങ്. അതായത് ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരിക്കൽ ഒരു സഹോദരൻ വന്ന് ഞങ്ങളുടെ സഭയെ പ്രസംഗിച്ചു. മോശയെ കൊണ്ട് ഞാങ്ങണപ്പെട്ടകത്തിനകത്താക്കി എവിടെ വെച്ചു? നൈൽ നദിയിൽ വെച്ചു. എന്നിട്ട് അപ്പോൾ ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ വന്നു. അപ്പോൾ അപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവം എത്ര ടൈമിങ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫറവോന്റെ പുത്രി ചില മുമ്പേ വന്നാൽ അവള് കുളിച്ചിട്ട് പോയെന്നെ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ ഇത് ഒഴുകി പോയെന്നെ. പക്ഷെ അപ്പോൾ ദൈവം എത്ര ഭംഗിയായിട്ട് എന്ന വണ്ണം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇതേ ഒരു ബാഗും പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ എന്നോട് എന്താ വിജയ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഉണ്ടായി, പിന്നെ ഞാൻ മാഷിനെ ഒന്ന് കാണാനാണ് എന്റെ ഹൃദയം പറയുന്നത് പറഞ്ഞു. ഇപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോടാ എനിക്ക് 1 മിനിറ്റ് പോലും നിൽക്കാൻ അവർക്ക് ഇപ്പൊ ഒരു ബസ്സുണ്ട്, ഈ ബസ്സിന് പോയില്ലെങ്കിൽ എനിക്ക് ഇടുക്കി വരെ പോകാം. എനിക്ക് നടക്കുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ള അവിടെ ഇവരെ ശുശ്രൂഷിക്കാൻ. ഈ ശുശ്രൂഷ എന്തൊന്നും എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിനക്ക് സമയമുണ്ട്, അടുത്ത ഞായറാഴ്ച എന്റെ കൂടെ ഇടുക്കിക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം എനിക്ക് ഇടുക്കി ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഇടുക്കി വലിയ മനോഹരമായ ദേശമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റെഡി. അപ്പൊ പിറ്റേ ഞായറാഴ്ച വെളുപ്പിനെ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ബസ് കയറി ഇടുക്കി കുളമാവ് ഡാമിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു പഴയ വീട്ടിലാണ് അദ്ദേഹം സഭാ ശുശ്രൂഷ നടത്തുന്നത്. അവിടെ പുള്ളി തന്നെ അദ്ദേഹം ശുശ്രൂഷയില്ല, പാസ്റ്റർ. ഇപ്പൊ പാസ്റ്റർ അവിടെ. അത് ഞാൻ പറഞ്ഞു, ഈ കള്ളുകൂടിയെല്ലാം നിർത്തി പുള്ളി മാനസാന്തരപ്പെട്ടു. അപ്പൊ ഇപ്പൊ ഒരു പാസ്റ്റർ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവിടെ കുത്തിയിരുന്നപ്പോ പുള്ളി ഇങ്ങനെ വചനം പറയാം. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ മേച്ചിൽ കണ്ടെത്തും. ഈ വചനം എടുത്ത പുള്ളി ശുശ്രൂഷിക്കുന്നത്. അതിന്റെ ബാക്കി കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വചനം പക്ഷെ എന്റെ ഹൃദയത്തിലുണ്ട്. അപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അവിടെ എന്തോ അവര് ചപ്പാത്തി മുറിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഷയിലാവും അപ്പം നുറുക്കാം. അപ്പൊ അത് ഒരു പൊന്നമ്മ വേണ്ട, അവരങ്ങ് താഴെ വീട്ടിൽ നിന്നപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ എന്തോട്ടോ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് മുറിച്ച് തിന്നുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചെറിങ്ങനെ മാറിയിരുന്നു. ഞാൻ തൊട്ടൊന്നുമില്ല, അവരെന്നോട് എടുക്കലൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ എടുത്തില്ല. അത് നമ്മുടെ ആത്മാവിലുള്ള അറിവായിരിക്കും. എന്നോട് എടുക്കലെന്ന് പറഞ്ഞതുമില്ല. അവസാനം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് രസകരമായ സംഭവം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ബസ്സിൽ കയറി കോട്ടയം വഴി തിരിച്ചു വിട്ടു. ഇടുക്കി കുളമാവിന്ന ഇവിടെ വന്ന് പുള്ളി എന്നെ വഴക്കെന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ പണിയാ കാണിച്ചത്? വിജയൻ എന്താ പണി കാണിച്ചത്? നീ ഒന്നും പറയത്തില്ല. ഞാൻ എന്താ പറ്റി? ഞാൻ അവിടെ പിന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ നിന്ന് എനിക്ക് വലിയ അസ്വസ്ഥയുണ്ട്. ഞാൻ അതന്നെ, നീ അവിടെ പാട്ട് പാടിക്കൊണ്ടായിരുന്നു, സിനിമാ പാട്ട് പാടിക്കൊണ്ടായിരുന്നു. ഞാൻ ഈ പണ്ട് ഈ മയിലാർ ദേവരാൻ ടീമിന്റെ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. 1000 പാസരങ്ങൾ തിരിങ്ങില്ലേ, അത് കേട്ടാൽ അത് തന്നെ പാടിക്കണം, അങ്ങനെയുള്ള പാട്ടുകളാണ്. അപ്പൊ ഞാൻ അവിടെ ഈ പാട്ട് പാടിക്കുന്നകത്തിരുന്ന പാട്ടുകളൊക്കെ പാടിയിരിക്കുക. ഇത് നമുക്കറിയത്തില്ലല്ലോ, നമ്മുടെ ആത്മാവ് ഇതിനകത്തല്ലോ. അപ്പൊ ഇതൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പൊ തിരിച്ചു പോന്നു. ഓക്കെ. പക്ഷെ അന്നൊരു സംഭവം നടന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പ്രത്യേകമായിട്ട് സുവിശേഷം ഒന്നും പറഞ്ഞില്ല. എനിക്കൊരു പെന്തോക്കോസ്കാർ ഒരു ഗുണമുണ്ടല്ലോ, അവരാരെ കണ്ടാലും പ്രാർത്ഥിക്കും. അപ്പൊ എനിക്കൊരു പ്രാർത്ഥിച്ചാണ് സഭയായിട്ട്. ഇതൊന്നും നമുക്ക് ബോധമില്ലല്ലോ, ബോധമില്ലാത്തവനായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചന്ന് വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങളുടെ 2 മുറി മാത്രമേ ഉള്ളൂ, അത് പണി തീരാത്ത. അന്ന് എന്താണ് പിന്നെ ഇഷ്ടി ഒറ്റക്കട്ടയൊക്കെ കെട്ടി ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ തറപോലും തേച്ചിട്ടില്ല, പൈസ ഇല്ല. പക്ഷെ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല. ഞാൻ അന്ന് രാത്രി ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളുടെ ബുക്ക് ഷെൽഫിൽ ഞങ്ങളെല്ലാം വായനാശീലരാണ്. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം പട്ടിണിയാണെങ്കിലും വായിക്കുകയും ബുദ്ധിയും അറിവും കഴിവും എല്ലാം ഉണ്ട്. ഈ ഒരു തടിച്ച കറുത്ത പുസ്തകം എന്റെ ബുക്ക് ഷെൽഫിനകത്ത്, എന്റെ നല്ല ഞങ്ങളുടെ വീട്ടിലെ ബുക്സ് എല്ലാവരും വായിക്കുന്നവരാ. ഇത് ഞാൻ തൊട്ടിട്ടില്ല. ബൈബിൾ എന്ന് എനിക്കറിയാം, പക്ഷെ ബൈബിളിനോട് എനിക്ക് സ്നേഹമോ വെറുപ്പോ തോന്നിട്ട് ഞാൻ തൊട്ടിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ഈ ബൈബിളും തോണ്ടി കൊടുത്തു. എന്നിട്ട് അത് തുറന്നു. അപ്പൊ എന്തോ വായിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലോ. പക്ഷെ ഒരു സുവിശേഷം ഞാൻ വായിച്ചു. മത്തായി ആണോ മർക്കോസ് ആണോ ലൂക്കോസ് ആണോ യോഹനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഒറ്റ ഇരിപ്പിന് മുഴുവൻ വായിച്ചു. ആ മെഴുകുതിരി തീരുവോളം അവിടുന്ന് വായിച്ചു. അപ്പൊ മറ്റുള്ളവരെല്ലാം ഉള്ള സ്ഥലത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൻ അമ്മയോട്ട് കിടന്നു. അങ്ങനെ വായിച്ച് മുമ്പോട്ട് വരുമ്പോൾ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. ഈ ഭാഗം ഞാൻ അങ്ങോട്ട് വായിക്കുമ്പോൾ എനിക്കറിയത്തില്ല, അസാധാരണമായിരിക്കുന്ന വേദന കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ഇന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞെന്ന് പറഞ്ഞാൽ ഏങ്ങനെ എന്റെ കണ്ണിൽ, എന്റെ മുഖത്തോട് ഇങ്ങനെ ചാലിട്ട് കണ്ണുനീർ ഒഴുകുകയാണ്. ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒഴുകിക്കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് എനിക്ക് കിട്ടി. അതാരും പറഞ്ഞതല്ല, സ്വരമായിട്ടല്ല, യേശു ക്രിസ്തുവാണ് സത്യം എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടി. യേശു ക്രിസ്തു സത്യം. ഞാൻ ബൈബിൾ മടക്കി. പിന്നെ എന്റെ ജീവിതത്തിൽ പറ്റിയ പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്റെ അടുത്ത് സുവിശേഷം പറയാൻ വന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി യേശു ക്രിസ്തു പറ്റി ചോദിച്ചില്ല. ഞാൻ ബൈബിൾ പിന്നെ വായിച്ചിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞു. അന്നു മുതൽ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. അന്നു മുതൽ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടില്ല. അന്നു മുതൽ ഞാൻ അങ്ങനെയുള്ള യാതൊരു ഹിന്ദുത്വത്തിന്റെ അനുഭവത്തിലേക്കും പോയിട്ടില്ല. എന്ന് മാത്രമല്ല, എന്റെ കഠിനമായിരിക്കുന്ന വേദന നല്ലൊരു ഒരാൾ എന്നോട് പറഞ്ഞ പരിമലവ നടന്നു പോകാം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എനിക്ക് ഉള്ളത്തിൽ ബോധ്യം വന്നു.
പരിമല പോകുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിലുണ്ട്. അത് ബൈബിൾ അറിഞ്ഞിട്ടില്ല. ഈ സത്യം ഹൃദയത്തിൽ വന്നപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാലില്ലപ്പം. പക്ഷെ ഈ സത്യത്തെ ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല, ഈ സത്യത്തെ ഞാൻ കൂടുതൽ സ്നേഹിച്ചില്ല. പിന്നെ എന്റെ ആഗ്രഹം എന്താ പറയാം, ലോകം മുഴുവൻ അറിയപ്പെടും. കാരണം അസാധാരണമായിരിക്കുന്ന പിന്നെ കഥാപാത്രങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പേരിട്ട് വിളിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതിന് മുമ്പ്, ഗോഡ് ഓഫ് ദിസ് എർത്ത് എന്ന്. ഞാൻ എനിക്കിട്ട പേര് ഗോഡ് ഓഫ് ദിസ് എർത്ത് എന്ന് പറഞ്ഞാൽ ആരാ? മറ്റവനല്ലേ. ഒരിക്കൽ ഞാൻ ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ വേണമെങ്കിൽ, ഇതൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനൊരു വീട്ടില് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവിടെ 5 വയസ്സുള്ള ഒരു പയ്യനാണ്. ഹൂ ഈസ് യു എന്നോട് ചോദിച്ചു. അവൻ ഇംഗ്ലീഷ് മീഡിയം. ഞാൻ പറഞ്ഞു ഐ ആം ഗോഡ് ഓഫ് ദിസ് എർത്ത് എന്ന് പറഞ്ഞു. അധികാരത്തോടെ പറയുന്നത് ഐ ആം ഗോഡ് ഓഫ് ദിസ് എർത്ത്. അത്ര അധികാരത്തോടെ പറയുന്നറിയാം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച എന്നാ പിന്നെ എന്റെ പേരിൽ ഒരു കാവ്യം എഴുതി. ഒരു കാവ്യം എഴുതി, കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല, ഗോഡ് ഓഫ് ദിസ് എർത്ത് എന്നും പറഞ്ഞു. പിന്നെ എന്റെ നോവൽസ് എന്ന് പറഞ്ഞാൽ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കുക, പുതിയ തത്വസംഹിതകൾ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ ഒരു നോവലിന്റെ അതൊന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ്, അതായത് ഒരു നോവലിന്റെ തീം ഞാൻ പറയാം. ഈ എന്റെ ആ ചിന്തകളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു 2 കൂട്ടുകാർ, അവര് കോളേജ് ജീവിതത്തില് തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞു ഞാൻ ആയുധം കൊണ്ട് ലോകം നേടുന്നു, മറ്റവൻ പറഞ്ഞു ഞാൻ ആത്മീയത കൊണ്ട് ലോകം നേടുന്നു, തത്വജ്ഞാനം കൊണ്ട് ലോകത്തെ നേടുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം മറ്റവൻ രാജാവായി. ആരാ? ഈ ആയുധം കൊണ്ട് നേടുന്നുണ്ട്. പിന്നെ ഇവനും ഈ തത്വചിന്തനും തമ്മിലുള്ള ഫൈറ്റിംഗ്. പിന്നെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടല്ല ഇവൻ ചിന്തിക്കുന്നത്. അപ്പൊ ഈ മോഡലാ. പിന്നെ എന്താണ്, പുതിയ രാജ്യം ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഹെർമോൻ എന്ന് പറഞ്ഞ രാജാവ്, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന രാജ്യം ഇല്ല. ഇതൊക്കെ എന്റെ ചിന്തകളാ. അതായത് ന്യൂ ഫൗണ്ട്ലാൻഡിനും ഫ്രാൻസിനും ഇടയ്ക്കായിട്ട് ഒരു ദ്വീപ്, എന്നിട്ട് അവിടെ ഒരു രാജവംശം. അപ്പൊ അവർ പറഞ്ഞതുപോലെ ആംഗലേയ സാഹിത്യം അല്ലെങ്കിൽ വെസ്റ്റേൺ സാഹിത്യത്തോടുള്ള അടുപ്പും. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഒരു ദ്വീപ്, ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിയമവ്യവസ്ഥകൾ ഞാൻ തന്നെ ഉണ്ടാക്കുക. ഇന്ത്യൻ പീനൽ കോഡ് പോലെ അവരുടെ പീനൽ കോഡ് ഉണ്ട്, അല്ല വെറുതെ ഒരു കഥയല്ല. അപ്പൊ ഇതുപോലത്തെ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒരു സിനിമയായി തന്നെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന അത്രയ്ക്ക് ശക്തമായ കഥാപാത്രങ്ങളാണ്. അതൊന്നും ഇപ്പൊ പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അപ്പോഴും ഞാൻ വിചാരിക്കട്ടെ, ഇത്രയും കഴിവുണ്ടായിട്ടും എന്താ എനിക്കിങ്ങനെ, ഇങ്ങനെ ദൈവം ഇത്രയും കഴിവുണ്ടായിട്ട് എന്റെ കാര്യം എന്നെ ഇങ്ങനെ. പക്ഷെ ഈ കഴിവുകളൊക്കെ ദൈവത്തിൻ്റെതല്ല, ഇത് സാത്താന്റേതാണെന്ന് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലായി. അപ്പോൾ നോക്കിയേ, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്റെ കാര്യമാണ്. അപ്പൊ ഇദ്ദേഹത്തെ പോയി കണ്ടു. ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഇടുക്കി ചെന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞ് സിനിമാ പാട്ടും പാടിക്കൊണ്ടിരുന്നു. ഇച്ചിരി കൺവേർട്ട് ചെയ്തു പോയി ഇടയ്ക്ക്. എന്നിട്ട് 10 വർഷം ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടാൻ വേണ്ടി, കാരണം എന്റെ സാഹിത്യ സൃഷ്ടി ലോകം മുഴുവൻ അറിയപ്പെടണം. എനിക്ക് നോബൽ പ്രൈസ് കിട്ടണമെന്നല്ല എനിക്ക് ഉറപ്പാണ്. അന്നത്തെ കഴിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ ലോകം കാണാത്ത സാഹിത്യങ്ങളായിരുന്നു. കവിതകളൊക്കെ ഒറ്റ ഇരിപ്പിന് ഞാൻ 18 കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒറ്റ ഇരിപ്പിന്. അതിന്റെ പേര് ഹൊറൈസന്, പ്രയർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മറ്റേന്നല്ല. 1000 വർഷമേഘങ്ങളിൽ നിന്റെ ശ്വാസം ഊതുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നില്ല. ഇപ്പോൾ ഓർക്കുന്നില്ല ഈ രീതിയിലുള്ള കവിതകളാണ്. പക്ഷെ അങ്ങനെ 10 വർഷം മുമ്പോട്ട് കടന്നുപോയി. അപ്പോൾ ഞാൻ ഈ 10 വർഷം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല, ഞാൻ ആരോടും പ്രാർത്ഥിച്ചില്ല, യേശുക്രിസ്തു പഠിച്ചില്ല, ബൈബിൾ തുറന്നിട്ടില്ല, ബൈബിളിൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ യേശുക്രിസ്തു സത്യം എന്നുള്ള കാര്യം ബോധ്യം കിടന്നു. അതിന്റെ ഒരു ഉദാഹരണം പറയും. ഒരിക്കലും ഒരു മാർത്തോമ സഭയിലെ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കിടന്നു. അദ്ദേഹം ഒരു XMLA കൂടെ. പുള്ളിക്ക് ഭഗവത്ഗീതയോടെ ഇഷ്ടം. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു, സാർ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു യേശു സത്യം എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വാസം വന്നിട്ടില്ല, പക്ഷെ ഈ സത്യമാണെന്ന് പറ്റാം. ഞാൻ പറഞ്ഞു യേശു സത്യം എന്ന് പറഞ്ഞു. ആ പുള്ളിക്ക് ഉണ്ടായി നടുക്ക്. ഞാൻ ഇപ്പോഴും നടുക്കുണ്ടായി. ഭഗവത്ഗീതയെ പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മൊത്തമാക്കാരന് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവാണ് സത്യം എന്ന് പറഞ്ഞപ്പോ പുള്ളി ഞടുങ്ങി. കണ്ണുകൊണ്ടാണ് ഇങ്ങനെ ഞടുങ്ങുന്നത്. അപ്പൊ നോക്കിയാൽ ആ ഒരു ഉറപ്പന്റെ ഹൃദയത്തിൽ കിടന്നു. അങ്ങനെ മുമ്പോട്ട് പോയി. വിവാഹം കഴിഞ്ഞു. സന്ധ്യ വിവാഹം കഴിഞ്ഞു. മോൻ 1.5 വയസ്സായി. എന്റെ ജീവിതത്തിൽ അത് ദൈവം എന്നെ എങ്ങനെയാണ് തന്നിലേക്ക് തിരിച്ചെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം ആരെയും ബലാത്കാരം ചെയ്ത് തന്നിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ദൈവം നമ്മളെ ബഹുമാനിക്കുന്നവരാരും മറ്റൊരാളെ ബലാത്കാരം ചെയ്യത്തില്ല. അപ്പൊ ദൈവം എന്നെ ബഹുമാനിച്ച് ഞാൻ തന്നെ കർത്താവിനൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം അവിടെ ദൈവ നിയമത്തിന് മുമ്പിൽ പിശാച് എന്ന് പറഞ്ഞൊരു ബാധിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും രക്ഷിച്ചുകൂടെ? എല്ലാവരും രക്ഷിച്ച പിശാച് ചോദിക്കാൻ എന്നെ രക്ഷിച്ചുകൂടെ? അവനെ ഏറ്റുപറയുന്ന അങ്ങനെ രക്ഷിക്കുന്നേ, അവനെ ഏറ്റുപറയുന്ന ഏവനെ രക്ഷിക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെ പ്രശ്നം വന്നു. എനിക്ക് സാമ്പത്തികമായിരിക്കുന്ന എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് കടമാണ്. പക്ഷെ ഇനി എനിക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ അസാധാരണമായിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നു വന്ന് നിരാശ കൊണ്ട് ഞാൻ നിറഞ്ഞു.
അപ്പൊ ഇനിയിപ്പോ സാഹിത്യം വേണ്ട, ഒന്നും വേണ്ട. അതിന്റെ ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ എഴുതി ബിജു നാരായണനെ പോലുള്ളവരെ കൊണ്ട് പാടിപ്പിച്ച് ഞാൻ ആ സമയത്തൊക്കെ സ്കൂളുകളിൽ, ഞങ്ങളുടെ നാട്ടിലുള്ള സ്കൂളുകളിൽ പിള്ളേർ യൂത്ത് ഫെസ്റ്റിവലിലെ പാടുന്ന എന്റെ പാട്ടായിരുന്നു. മനോഹരമായിരിക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോ മുമ്പോട്ട് ഈ ബിജുനാരായണൻ പാടി റെക്കോർഡ് ചെയ്തു ഞാൻ തന്നെ പാട്ട് എഴുതി ഇവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ച് അത് ഒരുത്തം പറഞ്ഞ് 10,000 രൂപയ്ക്ക് ചെയ്തിരുന്നത് അവസാനം 1.25 ലക്ഷം രൂപയായി. ഇവരെല്ലാം നമുക്ക് അറിയത്തില്ലോ. തുടങ്ങി പോയി പിന്നെ കടമെല്ലാം എടുത്ത് അതെല്ലാം പിന്നെ ഇതിന്റെ ഇത് കടകളിൽ കൊണ്ട് വിൽക്കാനൊക്കെ പറ്റില്ല. വിറ്റ് കഴിഞ്ഞാൽ അവർ പറയും പരസ്യമില്ലാത്ത ഒരെണ്ണം ഇവിടുന്ന് പോകത്തില്ല. അന്നത്തെ കാസറ്റാണല്ലോ ഈ ടേപ്പ്. ഞാൻ 2000 കാസറ്റ് തോടെ തൂക്കി വീടുകളൊക്കെ കയറി ഇറങ്ങി വിറ്റവന്. കാരണം ഇത് വിൽക്കണം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പലയിടത്തും പൈസ കിട്ടണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതൊന്നും പിന്നെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാഹിത്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിലല്ലേ പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു സത്യം എന്നുള്ള ബോധം ഹൃദയത്തിലുണ്ട്. അങ്ങനെ പോയി ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. അവസാനം നിരാശ കൊണ്ട് മൂടി. അവസാനം എന്താണ് എനിക്ക് ആ സമയത്തൊക്കെ പിന്നെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആരും എനിക്ക് കൂടില്ലാത്തൊരു അനുഭവം, ആരും എന്നെ ലോകത്തെ സ്നേഹിക്കാനെന്നുള്ള ബോധ്യം. അവസാനം ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു, തീരുമാനിച്ചോ. ഇതൊക്കെ സാത്താൻ കൊണ്ടൊരു ആഗ്രഹം. ഈ ആത്മഹത്യ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടെ പ്രശ്നം എന്താ പറയുമോ, നമ്മളത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നാളെ അത് ചെയ്യും. കാരണം ഇത് മറ്റവന് നമ്മൾ അധികാരം കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തിയാണ്. ശരി, പൈശാചിക ശക്തി. അവനെ നമ്മൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഓടി വരുന്ന ഒരു ട്രെയിനിന്റെ മുമ്പിൽ ഒരുത്തൻ എങ്ങനെ ഇങ്ങനെ ചാകാൻ നിൽക്കുന്നത്? ഇത് വേറൊരു സ്പിരിറ്റാ. അവന്റെ അടിമയായിട്ട് നമ്മളെ നിർത്തിയിരിക്കുക. എന്റെ ഒരു സ്നേഹിതൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഇപ്പൊ പുള്ളി അന്ന് വിശ്വാസം വന്നു. പുള്ളി ഇപ്പം ഇന്ന് നല്ലൊരു സുവിശേഷമാണ് നോർത്ത് ഇന്ത്യയിൽ. അദ്ദേഹം പറഞ്ഞു താൻ മേശ വലിച്ചിട്ടു, അതിന് വേണ്ട കസേര വെച്ചു, അതിന് മേളിൽ കയറി കയർ തൂക്കുമ്പോൾ കൂടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ വേഗം ചെയ്യണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മറ്റൊരു വ്യക്തിയെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്നാൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വണ്ണം ദൈവത്തിന്റെ ശക്തി തന്നിലേക്ക് വന്ന് തനിക്ക് സുബോധം വന്നു. അന്നേരം മനസ്സിലായിട്ട് ഒരു വെളിച്ചം വന്നല്ലോ, ദേശത്തെ തൊട്ടടിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, അന്നേരം ഞാൻ മനസ്സിലാക്കി നാളെ ഞാൻ ചാടാൻ പോകുന്നു. ഇതൊരു മായാപ്രപഞ്ചമാണ്. അതിനകത്തൂടെ മറ്റോ നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകാം. ഈ ആത്മഹത്യ എന്നെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ആത്മഹത്യയുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് രാത്രി ഞാൻ ആത്മഹത്യ തീരുമാനിച്ചു. 2002 ഡിസംബർ 27 സന്ധ്യയ്ക്ക് രാത്രി ഉറപ്പിച്ചു. ഇവർക്ക് ആർക്കും എന്റെ രഹസ്യം ഞാൻ മാത്രമായിരുന്നു, മറ്റേ ആർക്കും അറിയാം. ഇപ്പം ഭാഷ എന്നോട് ഒരു രഹസ്യം പറഞ്ഞിരിക്കട്ടെ, അത് ഞാനുള്ള ഒരു മനുഷ്യനും അറിയത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കും. പക്ഷെ അത് പ്രസംഗിക്കാൻ പറ്റുന്ന പ്രസംഗം. വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയില്ലെന്ന് പറയണ്ട, ഞാനത് പറയത്തില്ല. ആരോടും പറയത്തില്ല, അതെന്റെ ഹൃദയത്തിന്റെ. അപ്പോൾ ഈ ആത്മഹത്യയുടെ കാര്യം ഞാൻ എന്റെ ഹൃദയത്തിൽ വെച്ചു. കാരണം എനിക്ക് ആരും എന്നെ സ്നേഹിക്കാനില്ല, പിന്നെ ഇത്ര ജീവിക്കുന്നത് ജീവിതത്തിൽ ഒന്നും മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അതില് ഒരു പ്രധാന ഘടകം സാമ്പത്തികമാണ്. ഈ കടമെല്ലാം ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. വലിയ കോടതിനെ കൂടിയൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എന്താണ്, ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം എന്ന് പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചുള്ള ഒരിക്കലും നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് നിരാശ ഒരു പാപം. അപ്പോൾ ഞാൻ ആത്മഹത്യ തീരുമാനിച്ച അന്ന് സന്ധ്യയ്ക്ക് 10 വർഷം മുമ്പ്, ഞാൻ മുമ്പ് ഒരു ടൈമിങ് ചിന്തിച്ചോണം. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ബ്രീഫ് കേസും കൊണ്ട് തന്റെ പടി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. എന്ന വണ്ണം അന്ന് സന്ധ്യയ്ക്ക് ഞാൻ എങ്ങോ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരണ്ടോ എന്തോ ക്രമീകരിക്കാൻ അങ്ങോട്ട് പോകാനായിരിക്കും, ഓർക്കുന്നില്ല. ഞാൻ സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോൾ ഇദ്ദേഹം കയറി വരും. 10 വർഷങ്ങൾക്ക് ശേഷം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ മനുഷ്യൻ അതേവരെ അദ്ദേഹം വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങളൊന്ന് വഴിക്ക് വല്ലതും വെച്ച് കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സുവിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം കയറി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കണ്ട മാറ്റാൻ പുള്ളി എന്നോട് പറഞ്ഞു, വിജയ നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യമാണ് പറഞ്ഞു. ഇപ്പൊ പുള്ളി ഇച്ചിരി നേരം മിണ്ടായിരുന്നിട്ട് പറഞ്ഞു, കേട്ടോ പുള്ളി വലിയ ശാന്തനായിട്ട് വലിയ പരവേശം ഒന്നും കാണിച്ചില്ല. കാരണം പുള്ളിക്ക് ഒരു ഉറപ്പുണ്ട്, പുള്ളി പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടും. എന്നോട് പറഞ്ഞു എനിക്ക് വിജയനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു ആട്ട് സംസാരിച്ചോളാം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച് വേണ്ട, ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ്. കാരണം ഞാൻ ഒന്നാമതൊരു സാഹിത്യവാസന ഉള്ളതുകൊണ്ട്. നോക്കിയേ, ഞങ്ങൾ മുറ്റത്തായിരിക്കുന്നത്, നല്ല നിലാവുണ്ട്, രാത്രി 7 കാണും, നല്ല നിലാവുണ്ട്. അപ്പൊ റബ്ബറും ചില്ലുകളൊക്കെ എന്താ തളുത്ത് വരുന്ന സമയമാണ്. അപ്പൊ ഈ നിലാവൊക്കെ അത് തട്ടി ഇങ്ങനെ അനങ്ങുന്നൊക്കെ ഇപ്പോഴും പിക്ചർ അതുപോലെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു പ്രശ്നത്തിലാണെങ്കിൽ പാസ് പറയും മോനെ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്നൊക്കെ പറയത്തില്ല, പറഞ്ഞു കാണുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം മാനുഷികമായിരിക്കുന്ന ഒരു ഉപദേശം കൊണ്ട് ഒരു മനുഷ്യന് ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എത്ര നല്ല കാര്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ ഒത്തിരി എന്താണ് നമ്മളെ സമാധാനം ഉണ്ടാക്കുന്ന സംഘടനകളൊക്കെ ഉണ്ടല്ലോ, സമാധാനം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്, അല്ലാതെ വലിയ വെടിപൊട്ടുന്ന പോലും അല്ല. വളരെ ശാന്തമായിട്ട് പുള്ളി പറഞ്ഞു. ആ വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അതുപോലെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവ് 43 പുള്ളി പറഞ്ഞത്. ഇപ്പോഴോ യാക്കോബേ
നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ ആ വചനം പുള്ളി പറഞ്ഞു കഴിഞ്ഞ അതേ സെക്കൻഡിൽ എന്റെ ഹൃദയം സമാധാനം കൊണ്ട് നടന്നു. അപ്പോൾ പുള്ളിയുടെ ഉപദേശങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ദൈവവചനം എന്റെ ഹൃദയത്തില് അതിന്റെ ക്രിയ ചെയ്തു. ഇവിടെ നോക്കി ഈ വചനത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പക്ഷെ അതിന് 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് കൈ ഉയർത്തി എന്റെ കഠിനമായിരിക്കുന്ന വേദന ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്കുള്ളവനോ. ആ വെളിപ്പാടിന്റെ ഉത്തരം കർത്താവ് കൃത്യമായിട്ടാണ് പറഞ്ഞത്, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവമേ ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ. ഈ 24 വർഷമായിട്ട് എന്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കുന്നു, ഞാൻ ദൈവത്തിനുള്ളവൻ. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് ഈ കാര്യത്തിൽ. ഏത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതിനുശേഷം പല ആപത്തുകൾ കൂടി ഞാൻ കടന്നുപോയി. അതായത് 2 വട്ടം ആക്സിഡന്റ് ഉണ്ടായി. എന്റെ സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരിക്കലും ഒരു 60 കിലോമീറ്റർ സ്പീഡ് കൂടുതൽ എന്റെ കാറും എന്റെ സ്കൂട്ടറും അതിനേക്കാളും സ്പീഡിൽ ഒരു കാർ തമ്മിൽ കൂട്ടിയിടിച്ച് ഞാൻ വളരെ ദൂരേക്ക് തെറിച്ചു പോയി. എന്റെ സ്കൂട്ടർ പൊടിഞ്ഞു പോയി. എന്റെ ദേഹത്ത് ഒരു തലമുടി നാരിന്റെ പോറിൽ ഒരു മുട്ടുസൂചിയും കൊണ്ട് കുത്തുന്ന പാടുപോലും ഉണ്ടായില്ല. ആ ദൈവനെ കാത്തു. പിന്നെ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തെ സ്കൂട്ടറിലാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടൂരിന് ഇപ്പുറത്ത് വെച്ചിട്ട് പത്തനംതിട്ടയിൽ വരുന്ന റൂട്ടില് രാത്രി 8:30 എന്റെ തൊട്ട് മുമ്പ് വേറൊരു ബൈക്കുകാരനുണ്ട്, ഒരു സ്കൂട്ടറുകാരനുണ്ട്. ഞാൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വെടിയുണ്ട പോലെ ഒരു 90 ഡിഗ്രി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു, ഇടിച്ചം കയറി. എനിക്ക് ഓർമ്മ ഇടിച്ചു കയറുന്നു. ഇങ്ങനെ നോക്കുമ്പോഴേ ഇടിച്ചം കയറി കഴിഞ്ഞു. ഭയങ്കര സൗണ്ടും കേൾക്കാം. അപ്പൊ ഞാൻ തലയോർത്ത് നോക്കുമ്പോൾ എന്റെ തൊട്ടിപ്പുറത്ത് മറ്റേ ബൈക്കുണ്ട്. ഞാൻ അതിന്റെ ഇപ്പുറത്ത് കിടപ്പുണ്ട്, അതിന്റെ ഇപ്പുറത്ത് എന്റെ ബൈക്കും കിടപ്പുണ്ട്, സമസമം കിടക്കുക. ഞാൻ തലയോർത്തേക്ക് മറ്റേ ബൈക്കിൽ ആളില്ല, അവന്റെ ഒരു മുണ്ട് മാത്രം അതിന്റെ കുരിയും കിടപ്പുണ്ട്. അപ്പൊ പെട്രോൾ പമ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് തന്നെ എഴുന്നേൽപ്പിച്ചു. പക്ഷെ അവൻ മരിച്ചുപോയി. അന്നും എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നു. നോക്കി, അപ്പൊ എന്താണ്, എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എന്നെ പറ്റി പല കാര്യങ്ങളും നീ ഇന്ന ചെയ്യണമെന്നല്ല, ചെയ്യണമെന്നല്ല, ചെയ്യാനും ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്, നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ആ കാര്യങ്ങളെ ഞാൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം നടന്നു. അതായത് ഞാൻ ഇടുക്കി വരെ പോയി ഒരാളുടെ കൂടെ ഒരു ആവശ്യത്തിന് പോയി. തിരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് രാത്രിയായി. അപ്പൊ എനിക്ക് 7 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ അല്പം താമസിച്ചാൽ ചെല്ലാൻ പറ്റിയത്, കാരണം ഇവിടെ വന്ന് അല്പം താമസിച്ചു. അപ്പൊ ഇവരുടെ വീട്ടുമുറ്റത്ത് വന്നതിന് ശേഷം ഞാൻ ചെരുപ്പിടാതെ കാർ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീടിന്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അവിടെ ഇരുട്ടുമാണ്. ആ റോഡിനോട് ചേർന്ന് ചെറിയ കാടുണ്ട്, അവിടെ നിന്നു. തിരിച്ച് ഞാൻ കാർ ഓടിച്ചിങ്ങ് പോകുന്നു. തിരിച്ച് വന്ന് കാർ ഓടിക്കുന്ന കാലൊന്ന് അനങ്ങട്ടം വെച്ച് ഇറങ്ങിയതാ, ഇരിക്കുന്നവരെ ഓടിച്ചല്ല. അപ്പൊ തിരിച്ച് ഞാൻ പ്രയർ ചെന്ന് കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പയ്യൻ പറഞ്ഞു, എന്തുവാ പാസ്റ്റർ കാലെ കൂടെ ചോര ഒഴുകുന്നുണ്ടല്ലോ. അത് ഈ കഴിഞ്ഞ വേനൽക്കാലത്താണ്. അപ്പൊ ഞാൻ നോക്കിയപ്പം വലത്ത് കാലം നോക്കിയപ്പോൾ ചോര ഒന്നുമില്ല, എനിക്ക് വേദന ഒന്നുമില്ല. അല്ല, ഇടത്ത് കാലം നോക്കിയപ്പോൾ ഈ അണിവരുടെ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ തുറച്ച് നോക്കിയപ്പം 2 കിഴുത്തിയുണ്ട്, സ്നേക്ക് ബൈറ്റ്. ഒറ്റ എനിക്ക് മനസ്സിലായി. ഞാൻ പോയി ബാത്റൂമിൽ, അപ്പൊ എന്നെ അവിടെ നിന്ന് ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്കൊരു ഭയമോ വേദന എനിക്കൊന്നും തോന്നില്ല. കാരണം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു ധൈര്യമുണ്ട്, ഉറപ്പുണ്ട് ഇതിനെപ്പറ്റിയുള്ള. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഇവരോടും പറഞ്ഞില്ല. ഒരു രാത്രി 9:10 മണിയായപ്പോ എനിക്ക് പെട്ടെന്ന് തലയെല്ലാം വന്നിക്കുന്നു, ശരീരം തളരുന്ന പോലും തോന്നി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഞാൻ കട്ടിലെ കയറി കിടന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് രാവിലെ എവിടെ വെച്ച് കർത്താവ് കർത്താവ് രാവിലെ എവിടെ വെച്ചാൽ രാവിലെ ഒരു 4:30 ആയപ്പോ എന്നത്തേക്കാളും മനോഹരമായിട്ട് നല്ല സന്തോഷത്തോടെ ഞാൻ ഉണർന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭൂമിയിൽ തന്നുണ്ട്. അപ്പം അതിന്റെ അടുത്ത ദിവസം ഞാൻ ബൈബിൾ കൊടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോ അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടർ എന്ന് പറയാൻ അറിയാം, പുള്ളി അത് പഠിച്ചതാണ്. പുള്ളിയോട് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് പുള്ളി നോക്കിയപ്പോൾ ഇത് പാമ്പ് കടിച്ചാന്ന് പറഞ്ഞു. കാരണം നീലിച്ച് കിടക്കുക അവിടെ. അപ്പൊ ഞാൻ ചോദിക്കും, ഇന്നും ദൈവത്തിന്റെ അത്ഭുതമുണ്ട്, നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവത്തെ നമുക്ക് അഗാധമായിരിക്കുന്ന ഒരു ഉറപ്പ് കാണും, ആഴമായിരിക്കുന്ന ഒരു ഉറപ്പ് കാണും, വിശ്വാസം വേണം. കാരണം കർത്താവ് സകലത്തിന് സാധ്യമാണ് നമ്മൾ അറിയണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടായി വരുന്നതല്ല, അത് നമുക്ക് പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പം അന്ന് സ്നാനമേറ്റ കാര്യം ഞാനത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞത് അവിടെ ഒരു സമർപ്പണം ഉണ്ടായി. യെശയ്യാവ് 43 പറഞ്ഞു. പിന്നെ കൺവേർട്ട് ചെയ്തു പോയി അങ്ങോട്ട്. അപ്പോൾ അന്ന് ഞാൻ യേശുക്രിസ്തുവിനെ സത്യമായിട്ട് പറഞ്ഞു. അന്ന് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേ, അതായത് അദ്ദേഹത്തിന്റെ വീട് ഞാൻ തമ്മിലൊരു 2.5 കിലോമീറ്റർ കാണും.
രാത്രി ഞാൻ മടങ്ങി പോകുമ്പോൾ, അപ്പൊ സന്ധ്യക്ക് 7 മണിക്ക് അങ്ങോട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്നത്. തിരിച്ച് ഒരു 11 മണി വരെ അവിടെ നിന്നിട്ട് തിരിച്ച് ഞാൻ ഏകനായിട്ട് പോകുമ്പോൾ ഞാൻ ഒരു പാട്ടും പാടിക്കൊണ്ടു പോയി. ഈ വയലാർ ദേവരാജന്റെ പാട്ട് മാത്രമല്ല, ഈ സ്തോത്രഗാനങ്ങൾ പാടി പോയിട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ഇതെനിക്കറിയാം. അത് ഈ മർക്കോസിന്റെ ഗാനമേള ഞങ്ങൾ ഇവിടെ എല്ലാം വലിയ ഇളക്കുണ്ടാക്കിയത് എന്റെ സ്കൂൾ ജീവിതത്തിൽ. ഞാൻ പോയിട്ടില്ലെങ്കിലും പുള്ളിയുടെ കാസറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പാട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പോകും. ഞാൻ പാടിക്കൊണ്ട് ഞാൻ വെച്ചാൽ അങ്ങോട്ട് ഞാൻ മുഖം കുനിഞ്ഞവനായിട്ട് ഒടിഞ്ഞു തൂങ്ങിനായിട്ട് പോയെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ആകാശത്തിലെ കിളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ പാട്ട് പാടി ഉല്ലാസത്തോടെ പറന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെ ഞാൻ സന്തോഷത്തോടെ മടങ്ങി വന്നു. കാരണം എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും വന്നില്ല, പക്ഷെ ഞാൻ മാറി. കാരണം എന്റെ പ്രശ്നങ്ങൾ എന്റെ തലയിലായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രശ്നങ്ങൾക്ക് മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ ആ പാട്ട് ഇതായിരുന്നു പാടിയത്. നിന്റെ ദയയൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയയൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ. ഒന്നുകൂടെ പാടി തുടങ്ങിയതേ. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. നിന്റെ ദയയൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയയൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. നോക്ക്, നിന്റെ ദയ എന്റെ പ്രാണനെ കാത്തതുകൊണ്ട് ഈ നാവ് നിന്നെ സ്തുതിക്കാനോ. അപ്പോൾ നോക്കിയേ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഫീൽഡിൽ പോകാൻ ആശിച്ചതാണ്. കാരണം എന്റെ നോവലുകളൊക്കെ വെച്ചിട്ട് സിനിമ ഫീൽഡില്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു, കർത്താവേ എന്റെ വഴികള്. അപ്പൊ ഈ ഇങ്ങനൊരു വചനമുണ്ടല്ലോ, ഓരോരുത്തർക്കും അവരവരുടെ വഴികൾ ചുവന്നു തോന്നും, അതെല്ലാം മരണ വഴികൾ. ഈ വചനമൊന്നും എനിക്കറിയത്തില്ലല്ലോ. പക്ഷെ ഇതിനോട് ചേർന്ന് ഞാൻ വിചാരിച്ചു, കർത്താവേ എന്റെ വഴിയെല്ലാം മരണ വഴിയാണ്. അതുകൊണ്ട് നീ എന്നെ സ്നേഹിച്ചത് വഴി നീ അതിനെല്ലാം ബ്ലോക്ക് ചെയ്തു. ഒരു അപ്പൻ തന്റെ കുഞ്ഞിന്റെ വഴികളെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ, ആകാത്ത വഴികളെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ. കാരണം ഞാൻ ആ വഴികൾ കൂടെ പോയിരുന്നെങ്കിൽ ലോകം വഴി ഞാൻ അറിയപ്പെട്ടേനെ. എനിക്ക് ഒരുപക്ഷെ ലോകത്തിലുള്ള ആ അസാധാരണമായിരിക്കുന്ന കോടികൾ എനിക്ക് സമ്പാദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരിക്കലും കടന്നു വരുവാൻ കഴിയാത്ത നരകപ്പൊയിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. ഇതോർത്ത് ഞാൻ പിറ്റേ ദിവസം ഉണ്ടല്ലോ എഴുതി വെച്ച് ഒത്തിരി ഉണ്ടായിരുന്നു. കാസറ്റ് കുറെ ബാലൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊടുക്കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പ് കുടിച്ചത് കൈ തുറന്നിട്ട് അപ്പുറത്തെ കരലിട്ടിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, മുഴുവൻ ഞാൻ ചാമ്പലാക്കി കളഞ്ഞു. ഞാനതാ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ദൈവം അസാധാരണമായിട്ടുള്ള ഒരു മാനസാന്തരം, പഴയ ജീവിതം യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിനുള്ള ഭയങ്കരമായിരിക്കുന്ന കുറിപ്പുണ്ട്. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിനോട് എനിക്ക് ഭയങ്കരമായിരിക്കുന്ന കുറിപ്പുണ്ട്. ഇതാണ് എന്റെ മാനസാന്തരത്തേക്ക്. എന്നിട്ട് ഞാൻ ആ ദിവസം വൈകിട്ട് വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ചെന്നു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ പുള്ളി ചോദിച്ചു, വിജയ് ഞായറാഴ്ച നിനക്ക് എന്താ പ്രോഗ്രാം? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, എന്തോ പ്രോഗ്രാം വല്ല കാര്യം കയ്യിൽ വരുന്നിട്ട്. അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ ദുസ്സഹമായിട്ട് തകർന്നു കിടക്കുമ്പോഴും ആകാശഗോളത്തിന് അപ്പുറത്തൂടെ എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ഇതാ ബോധമില്ല. ഇതാ സത്യം പറഞ്ഞ വലിയ ഫിലോസഫിയാ പറയുന്നത്. ചെറിയ കാര്യങ്ങളൊന്നും ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാ അകത്തെ അവസ്ഥ. അപ്പോഴും പറയുന്നത് ആകാശത്തിന് മേളിൽ കൂടെ പോന്ന് ഇരുന്നതാണ്. ഞാൻ ഇതൊക്കെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യേ, കോഴഞ്ചേരിലാണ് ഒരു വീട്ടിലാണ് എന്റെ സഭ, ഞാൻ പോകുന്ന സഭ. വിജയൻ എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. എനിക്ക് ആരും 1 രൂപ പോലും തന്നിട്ടുമില്ല. പലർക്കും ഒരു കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോയപ്പോ ഞാൻ ഒരിക്കലെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 5 ലക്ഷം രൂപ ആയിരുന്നു തന്നിരുന്നെങ്കിൽ ബന്ധുക്കുസിപ്പായിരുന്നു. കിട്ടണമെന്ന് പോകണമെന്നല്ല, അതൊരു ഫേസാ നമ്മുടെ നാട്ടില്. അല്ല, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാശ് കൊടുത്ത് ആളുടെ പിടിക്കുന്നു. ഒരു 5 ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ ബന്ധുക്കുസ് ഇതെല്ലാം ദൈവം കണക്കിട്ടേ. അപ്പൊ നോക്കിയേ, അപ്പൊ എന്നോട് പറഞ്ഞു, ഞായറാഴ്ച നിനക്ക് താല്പര്യമുണ്ട് വരാൻ പറഞ്ഞു. അല്ലാതെ എന്നെ പ്രേക്ഷകരാലും കഴിയുന്ന ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത്. ആരും എനിക്ക് ഒരു ചില്ലിക്കാശ് പോലും തന്നിട്ടുമല്ല ഞാൻ കർത്താവിനെ സേവിക്കുന്നത്. ഇത് കർത്താവിനുള്ള എന്റെ സ്നേഹമാണ്, അത് നന്ദിയാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ പിറ്റേ ഞായറാഴ്ച ഇവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ വരെ പോവുകയാണ്, വരുന്നു ചോദിച്ചു. അവള് മീറ്റിംഗ് ഒന്നും പറഞ്ഞില്ല. അന്ന് മോനെ എടുത്തോണ്ട് സാധാരണ ഒരു ഹിന്ദു സ്ത്രീ വരുന്ന പോലെ പൊട്ടൊക്കെ തൊട്ട് അവളും വന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് സഭയിലിരുന്നു. അവിടെ ഒരു വീടാ, ഇവിടെ ചെയറിൽ നിലത്തായിരിക്കുന്ന വലിയവരും ചെറിയവരും ഒക്കെ ഞാൻ അവിടെ. പക്ഷെ അവർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. അവരാരും എന്നോട് വ്യക്തിപരമായിട്ട് സുവിശേഷം പറഞ്ഞില്ല. പക്ഷെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ മൈൻഡ് എല്ലാം വേറെ സെറ്റ് ചെയ്ത് കിടക്കല്ലേ. അപ്പോഴും ഈവിൾ സ്പിരിറ്റ് എന്റെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോ തൊട്ട് അന്ന് രാത്രി ആയപ്പോ തൊട്ട് സ്നാനമേക്കണം ഒരു ആഗ്രഹം കേൾക്കരുത്. എനിക്ക് സ്നാനമേക്കണം. എടാ, എനിക്ക് അങ്ങ് ആകെ നാണക്കേട് തോന്നും. ഈ സ്നാനം എന്താണെന്ന് നമ്മൾ വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങ് ഇത്ര നാൾ സാഹിത്യകാരനാണ്, വലിയ ഹിന്ദുവാണ്, മറ്റതാണ് മറിച്ചതാണ്, വലിയ ആനയാണ്. ഞാൻ ആർക്കും അങ്ങനെ കീഴടങ്ങുന്നുണ്ടല്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും രാജാവിന്റെ ഹൃദയം നടക്കുന്നു. എടാ, ഇത്രയും നാൾ ഇങ്ങനെ നടത്തി സ്നാനം വെക്കുന്ന ചാകുന്നതിന് തുല്യമാണല്ലോ. നാണം കെട്ട പരിപാടി, ഞാൻ ഏക്കത്തില്ലെന്ന് പറഞ്ഞു.
ഞാൻ എന്നെ തന്നെ ഫൈറ്റ് ചെയ്യാം. ഞാൻ അപ്പൊ അകത്തുനിന്ന് ഒരു ആഗ്രഹം വന്ന് സ്നാനമാക്കണം. ഞാൻ പറഞ്ഞ അനേക്കത്തില്ല, നാണം കെട്ട പരിപാടിക്ക് ഞാൻ ഇതിന് നമ്മൾ സ്പ്രിങ് കൈ കൊണ്ട് അമർത്തുന്ന പോലെ ഞാൻ ഈ ആഗ്രഹത്തെ താഴ്ത്തി. ഒരു സ്പ്രിങ് നമ്മൾ എത്രമാത്രം പ്രസ് ചെയ്യുന്നോ കൈ വിട്ടു കഴിഞ്ഞാൽ അതിന്റെ കുതിപ്പ് അത്രയും ശക്തമായതുപോലെ ഇത് ഞാൻ അമർത്തും തോട്ട് ഇതിന്റെ ശക്തി കൂടി വന്നു. എനിക്ക് അസഹനീയമായിരിക്കുന്ന അനുഭവം വന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്നാനം വെക്കണം തോന്നും. പുള്ളി പറഞ്ഞു, ആര് പറഞ്ഞു നിന്നോടെ? ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്റെ അനുഭവം ഇതാന്നു. അപ്പൊ പുള്ളി എന്നോട് കാര്യം പറഞ്ഞു, എന്റെ വിശ്വാസ പരീക്ഷ ഞാൻ തോന്നുന്നു, അന്ത്യകാലത്ത് ക്രിസ്ത്യാനികളെ അനേക കഷ്ടങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു, അതിനെന്താ? പണ്ടൊരിക്കൽ ബൈബിൾ വായിച്ചതല്ല, പിന്നെ ഞാൻ ബൈബിൾ വായിച്ചതല്ല, ഇപ്പോഴും വായിക്കാൻ തുടങ്ങിയിട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ ആരും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് എഴുതിയിട്ടില്ലയോ? ഇങ്ങനെ ഞാൻ ചോദിച്ചത്. അവന്റെ മുഖത്ത് നോക്കുവാൻ ആരും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ഫ്രൈസാ ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞു, വിദ്യ സ്നാനമായിട്ടുള്ള. നീ ഒരു കാര്യം ചെയ്യാ, അടുത്ത ഞായറാഴ്ച സഭ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറയാമോ? അപ്പൊ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ഞാൻ ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനം വെക്കണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും വലിയ അത്ഭുതമായി പോയി. ഇത് സ്നാനം ഏക്കടാന്ന് പറഞ്ഞ ആൾക്കാർ പുറകെ നടക്കും. അപ്പൊ ഇവര് മൂപ്പന്മാര് തമ്മിൽ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. ആ വെള്ളിയാഴ്ച വാര്യാപുരത്ത് ഒരു വീടുണ്ട്, ഒരു കുഞ്ഞുമൻചാന്റെ വീടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്നാനക്കുളമുണ്ട്. അവിടെ വെച്ച് സ്നാനം തരാം. അപ്പൊ സ്നാനം അവിടെ വെച്ചാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഈ വെള്ളിയാഴ്ച വിജയന് സ്നാനമാണെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഇതൊന്നും ഇവിടെ അറിയുന്നില്ല, വൈഫ് അറിയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ മറ്റൊരു പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ മാനസാന്തം റിയലായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം വന്നെങ്കിലും അപ്പൊ തൊട്ടൊരു ചിന്ത, ഈ സ്നാനം വെക്കാൻ പോകുമ്പോഴേ ഈ ചെണ്ട കുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന കോഴഞ്ചേരി കൂടെ ചെണ്ട കുട്ടി ഇവര് കൊണ്ടുപോകും. എന്റെ ഹൃദയ ചിന്തയാ. അപ്പൊ എന്റെ ഹൃദയം ഉറപ്പിച്ചു, അവര് ചെണ്ട കൂട്ടുകയോ ചെരുപ്പുമാല ഇടുകയോ എന്തിനും ഞാൻ മരിച്ചവനാ. ഞാൻ ഇന്നിവിടെ ജീവിക്കുന്ന കർത്താവിന്റെ കരുണയാ. അവരെന്തേലും ചെയ്തോട്ടെ, ഞാൻ റെഡിയായി. ഇന്നും ആരും എന്നോട് എന്റെ ഹൃദയ ചിന്തല്ല. അവരെന്നെ ചെരുപ്പുമാലയിട്ട് ചെണ്ടയൊക്കെ കൂട്ടി പിന്നെ കോഴഞ്ചേരി അവന്റെ നടുക്കൂടെ എന്റെ വീടിന് മുമ്പിൽ കൂടെ കൊണ്ടുപോകട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മരിച്ചവനാ. ഞാൻ പൂർണ്ണമായിട്ട് എന്റെ ഹൃദയം റെഡിയാക്കി. പക്ഷെ വെള്ളിയാഴ്ച ചെന്നപ്പോണ്ടല്ലോ അവരുടെ വീടിന്റെ മുറ്റത്തുള്ള സ്നാനം കൊടുത്തില്ല. നോക്കിയേ, ഞാൻ മറ്റൊന്നും റെഡിയായിരുന്നു. എന്റെ റിയലായിരിക്കുന്ന മാനസാന്തരമായിരുന്നു. എന്നാ നോക്കിയേ, അവിടെ സ്നാനമേറ്റു. അപ്പൊ സ്നാനമേറ്റപ്പോൾ എന്റെ ലജ്ജ മാറി. ആ ക്ഷണത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാക്കാം. അപ്പൊ സ്നാനമേറ്റ ക്ഷണത്തിൽ തന്നെ ഞാൻ വേറൊരാളാണ്. അപ്പം അവസാനം അന്ന് ഇവിടെ കൊണ്ടുപോയില്ല. അപ്പം അവിടുന്ന് സഹോദരിമാർ ചോദിച്ചു, എന്താ ഭാര്യയെ കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചു. അപ്പം സ്നാനം മരണമാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തക്കാര് മരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നല്ലോ. ഈ സാഹിത്യവാസനയോടുള്ള വാക്കുകൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ സ്വന്തക്കാര് മരിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് സഹിക്കാൻ കഴിയത്തില്ല. അപ്പൊ സ്നാനം മരണമാണെന്ന് അവിടെ ഇരിക്കുന്ന പലർക്കും ഇപ്പോഴും അറിയത്തില്ല. അപ്പം സ്നാനമായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ മൂപ്പനായിരിക്കും പറഞ്ഞു, എന്നോട് പറഞ്ഞു, വിജയന്റെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ എനിക്ക് നാണമില്ല. ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകത്തില്ല. ഞാനിപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊരു പോയി നിങ്ങൾ എന്നെ കാണത്തില്ല. ഞാൻ ഈ മന്ദമായിരുന്ന പോകുന്ന പോലെ സൈഡിൽ കൂടി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് പറഞ്ഞു, അതാണ് ഞാൻ ഇന്ന് സഭയിൽ സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഒരു ഉപം പറഞ്ഞല്ലോ, ആലപ്പുഴയ്ക്ക് പോയ കാര്യം, അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയ കാര്യം. അപ്പൊ ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഞാൻ ഒന്നാമത് ഹിന്ദുമതത്തിൽ നിന്ന് വന്നാൽ ഞാൻ എന്തെങ്കിലും പോഷെന്ന് പറഞ്ഞ ഇവര് വരും. ഞാൻ എഴുന്നേറ്റ് ആദ്യം ചിരിച്ചോണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് അമ്പാടൻ ആലപ്പുഴ പോയി കഥ അറിയാൻ പറ്റും? ഇവരെല്ലാം ഇങ്ങനെ നോക്കട്ടെ, ഇവൻ എന്ത് പറയണം, നമ്മളാരും ചിന്തിക്കത്തില്ലേ, അതെ ഇവൻ എന്ത് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പം അവരിത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കഥ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മലയാളം സാർ പഠിപ്പിച്ച. അപ്പം അമ്പാടൻ എന്ന് പറഞ്ഞ മകന് അവന്റെ ഒരു അപ്പനുണ്ട്. അപ്പൻ എന്നോ രാത്രി നന്നാ വൈകി വീട്ടിൽ വന്നു, 10 മണിക്കോ 11 മണിക്കോ വീട്ടിൽ വന്നിട്ട് അമ്പാടനോട് പറഞ്ഞു, മോനെ നീ രാവിലത്തെ വണ്ടിക്ക് ആലപ്പുഴ വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ ഉദ്ദേശം എന്താണെന്നറിയാമോ, ഈ മകനെ രാവിലെ റെഡി ആയിക്കോണം, കാര്യങ്ങൾ പറഞ്ഞ് പണമൊക്കെ കൊടുത്ത് വിട്ടാൽ മതിയല്ലോ, നീ റെഡി ആയിക്കോണം എന്നാ പറഞ്ഞത്. അപ്പൊ രാവിലെ അപ്പൻ എഴുന്നേറ്റപ്പോ അമ്പാടനില്ല വീട്ടില്. അമ്മയോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, അമ്പാടൻ എവിടെ പോയി ചോദിച്ചോ. പറഞ്ഞു, അമ്പാടൻ രാവിലത്തെ വണ്ടിക്ക് ആലപ്പുഴയ്ക്ക് പോയിരുന്നു. ഇതാണ് ഞാൻ അമ്പാടൻ ഇതിനെ പോയി അവൻ അറിയാമോ? അപ്പം പറഞ്ഞാ രാവിലെ ആലപ്പുഴയ്ക്ക് വരെ പോകണം. അവൻ ആലപ്പുഴയ്ക്ക് പോയി. പോകാൻ പറഞ്ഞു പോയി, പക്ഷെ എന്തിനു വേണ്ടി പോകണമെന്ന് അവൻ അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞു എന്റെ ക്രിസ്ത്യ ജീവിതം അതല്ലെന്ന് പറഞ്ഞു. അതിനൊരു വ്യക്തതയുണ്ട്, ഒരു കൃത്യതയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ പ്രശ്നം പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ വഴിയോരങ്ങൾ കാണുന്നവരോടും മൈക്ക് കെട്ടി വീടുകളിൽ കയറിയും എനിക്കറിയാവുന്ന രീതി സുവിശേഷം യേശു ക്രിസ്തു ഏക രക്ഷകൻ ധൈര്യത്തോടെ പറഞ്ഞു. ഇന്ന് 24 വർഷമായിട്ട് ഇന്നും അത് തന്നെ പറയും. ആ സമയം മുതൽ തന്നെ അന്ന് തൊട്ട് ഞാൻ സുവിശേഷം. കാരണം പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, എന്നിട്ട് നോക്കിക്കോണേ, വേറൊരു രസകരമായ സംഭവം കൂടെ പറയാം. അപ്പം അവിടെ ഒരു ബുധനാഴ്ച ഒരു വീട്ടിലൊരു പ്രയറുണ്ട്. അപ്പൊ ഇപ്പോഴാരും വരത്തില്ല. അപ്പം എന്നെ സ്നാനപ്പെടുത്തിയ പുള്ളി, എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പുള്ളി, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ചെല്ലാന്ന്. അപ്പൊ എന്നെ മറ്റേ പുള്ളി കൊണ്ട് പ്രയറുണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു,
വിജയൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്തോ പ്രാർത്ഥിക്കുന്നേ. അപ്പം അവര് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, എന്റെ മനസ്സിലുള്ള പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം ആരോടെ പ്രാർത്ഥിച്ചത്, എന്ത് നിയമത്തിൽ നിന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞു കർത്താവേ ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ആദ്യത്തെ പ്രാർത്ഥന, ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കും, കാരണം ഈ രക്ഷയുടെ സന്തോഷം എന്റെ ഹൃദയത്തിൽ. പക്ഷെ ഒരു മൂപ്പം പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയം എതിർത്തു. അതെന്നെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ മരിച്ചത്? കർത്താവ് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ മരിച്ചത്? എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കാനും, എന്നാ നിയമം അറിയത്തില്ലെങ്കിലും വചനം അറിയത്തില്ലെങ്കിലും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും അല്ലെ, അവർ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാനും അല്ലേ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിന്റെ ആ ആഗ്രഹമായിട്ടത് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കും. ഓക്കെ, അങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. പക്ഷെ അവിടെ ഒരു പുതിയ നിയമത്തിന്റെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ആ കൂട്ടായ്മയിൽ അനുഭവിക്കാൻ പറ്റിയില്ല. അവിടെ മിക്കവാറും എപ്പോഴും ഒരു എന്താണ് ദുഃഖകരമായ ദുഃഖഛായയുള്ള എപ്പോഴും നമ്മൾ നിയമങ്ങൾ പഠിപ്പിക്കുന്ന, മാനുഷികമായിരിക്കും ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളാണ്. പക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് പറ്റിയില്ല. ഒരു രക്ഷയുടെ സന്തോഷം. പിന്നെ അവിടുന്ന് എനിക്ക് മാറേണ്ടി വന്നു. പിന്നെ ദൈവം എനിക്ക് ദർശനം തന്നു, ഇന്നടത്തോട്ട് പോകാൻ പറഞ്ഞു. അത് ഓതറുള്ള ഒരു സഭ ഓതർ. അവിടെ ചെന്നു. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തൊരു കൂട്ടമായിരിക്കും. അത് രക്ഷയുടെ ഒരു സന്തോഷം അവിടെ ഇല്ല. രക്ഷിക്കപ്പെട്ട ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് രക്ഷിക്കപ്പെടുന്നതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രക്ഷയുടെ സന്തോഷം പിന്നെയും പിന്നെ ഏതാണ്ട് കൂടെ ഒക്കെ ചെയ്താലേ അങ്ങ് ചെല്ലത്തുള്ളൂ എന്നുള്ളതാണ് ബോധത്തിലാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ അവരുടെ തീം അങ്ങനെ. പക്ഷെ ദൈവം എനിക്ക് ദർശനം തന്ന് വേറൊരു മനുഷ്യന്റെ അടുത്ത് വിട്ടു. അവിടെ നിന്നാണ് എനിക്ക് പുതിയ നിയമത്തിന്റെ കീ കിട്ടി, ലേഖനങ്ങളുടെ കീ എനിക്ക് കിട്ടി. ആ മനുഷ്യനെ കൂടി എനിക്ക് കിട്ടി, ഞാൻ സന്തോഷമാണ്. അപ്പോൾ എന്താണ്, അന്നു മുതൽ ഞാൻ യേശുക്രിസ്തു സകല ദേശക്കാരിലും പ്രസംഗിക്കുന്നു. എനിക്ക് വെളിപ്പാടുകളുണ്ട്, എനിക്ക് സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ബോംബെയിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അന്ന് എനിക്ക് ഇത്രയും പരിജ്ഞാനമില്ല. പ്രാർത്ഥനയാൽ ഇത് മാറിപ്പോന്നുള്ള പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കും. പക്ഷെ അതിനായിട്ട് എന്റെ കൂട്ടായ്മ എന്നെ ഉത്സാഹിപ്പിച്ചില്ല. ഒരു ദിവസം, അതായത് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴല്ല, ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ബോംബെ മരണനിഴലിലാണോ, ബോംബെ എനിക്ക് ഭയങ്കരമായിരിക്കുന്ന വേദനയുണ്ട്. അപ്പൊ ഞാൻ എന്നോട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ്, ഞാൻ ജോലിക്ക് പോകാതെ പെട്ടെന്ന് എന്നെ രക്ഷയിലെ കൊണ്ടുവന്ന പുള്ളിയുടെ അടുത്തേക്ക് കൂടിപ്പോയി ഞാൻ. കാരണം എന്താ, അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് എന്തായിരിക്കും, പിന്നെ ഭൂകമ്പമാണോ? അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഭീകരാക്രമണം. ഞാൻ ഓടിച്ചെന്ന് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ബോംബെ മരണനിഴലിലാണെന്ന് കർത്താവിനോട് പറഞ്ഞു. പുള്ളി അല്പം നെഗറ്റീവ് അതിനെ പറ്റി പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന പഠിച്ചു, രണ്ടു തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസമോ 2 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ താജിൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ റിപ്പോർട്ട് വന്നു, ഇവരെല്ലാം കൂടെ 2 ബോട്ടിലെങ്ങാണ്ട് ആൾക്കാർ വന്നു. പക്ഷെ അന്ന് അവരുടെ അറ്റാക്ക് നടന്നില്ല, അവർ തിരിച്ചു വേണ്ടി വന്നു. അത് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ദിവസം. അന്ന് ഈ അറ്റാക്ക് ആയിരുന്നെങ്കിൽ ബോംബെ ഇല്ലായിരുന്നു, മനസ്സിലല്ലേ? പക്ഷെ പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെ നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ പറ്റി അത് എനിക്ക് കൂടുതൽ ദർശനം രാജ്യ വ്യാപകമായിരിക്കുന്ന കാര്യങ്ങൾ, വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളും അല്പാൽപ്പങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ വെളിപ്പാടുകളും ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം തരാറുണ്ട്. ഞാനത് പറയാറുണ്ട്. ഞാനത് ലജിക്കുന്നില്ല. നടന്നില്ല എന്നുള്ളതല്ല, ദൈവം പറയുന്നു. ഇപ്പം ഇതിനെപ്പറ്റി വേറൊരു കംപ്ലൈന്റ് എന്റെ ജീവിതത്തിൽ വന്നത്, ദൈവമാണ് ഒരു കാര്യം പറഞ്ഞത് നടക്കണ്ടേ, പലരും പെന്തക്കോസ്തുകാരുടെ ചോദ്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ യോന കള്ളനാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം, ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതായിട്ട് കാണിച്ചു. ഇപ്പം എന്നെ പറ്റി അല്ലെങ്കിൽ പാസ്റ്ററെ പറ്റി എന്നെ കാണിച്ചു, ഞാൻ വന്നത് പറയുന്നതിന്റെ കാര്യം എന്താണ്? അത് നടക്കണമെന്നാണോ എന്റെ ആഗ്രഹം? നടക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എന്തെങ്കിലും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാനും കൂടില്ലേ. കാരണം നീക്കുപോക്കുള്ളതിനെ മാത്രമേ ദൈവം കാണിച്ചു തരുള്ളൂ. നീക്കുപോക്കില്ലാത്ത കാര്യം ദൈവം അറിയാറില്ല. രാജ്യവ്യാപകമായിരിക്കുന്ന കാര്യങ്ങളല്ല, വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പലരും ചോദിച്ചാൽ ദൈവമാണ് കാണിച്ചതെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല? അവർക്ക് ഇത് നടക്കണമെന്നാണോ ആഗ്രഹം? ഏറ്റവും കൂടുതൽ നടക്കാതിരുന്ന സന്തോഷം ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചത്, ലക്ഷക്കണക്കാരുടെ കണ്ണുനീര് വീണ സ്ഥലം ഈ ഒരൊറ്റ വിഷയത്തെയാണ്. പ്രാന്തി സ്റ്റക്കായി പോയതാണ് ആ സമയത്ത്. എന്ന് മാത്രമല്ല, എനിക്ക് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ പോലും എന്റെ മുമ്പിൽ നിന്ന് എതിര് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു മർത്തോമക്കാരൻ. അവൻ കുറച്ചു കാലം മുമ്പ് എന്റെ മുമ്പിൽ വന്നിട്ട് കമന്ന് വീണ് ക്ഷമയും പറഞ്ഞു, എന്റെ കുടുംബം പോലും നശിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ ആരോടും ദേഷ്യപ്പെടാൻ പോകത്തില്ല, ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. ഇപ്പം ഭാഷ തന്നെ, ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോ കൂട്ടുകാരൻ എന്നെ പറ്റി അരുതാത്ത കാര്യം പറഞ്ഞാലോ, എന്റെ എന്തൊക്കെ പറഞ്ഞാൽ ഞാനൊരു രക്ഷവും പിന്നാൻ വരത്തില്ല. കാരണം എനിക്കൊരു നല്ല ഉറപ്പുണ്ട് ഞാൻ ആരാ. ഈ കർത്താവ് പറയുന്നില്ലേ, താൻ എവിടെ നിന്ന് വന്നുവെന്നും താൻ എങ്ങോട്ട് പോകുന്നു താൻ അറിഞ്ഞിരിക്കെ അവൻ അത്താഴത്തിൽ എഴുന്നേറ്റ് അല്ലേ, അവൻ തുവർത്തുകൊടുത്ത് അവൻ എന്താണ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും
തുടയ്ക്കുവാൻ തുടങ്ങി. അപ്പൊ താൻ ആരും തനിക്കറിയാം. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിനുള്ളതിനാണ് നല്ല ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഈ അപമാനത്തെ പേടിക്കുന്നത്? നമ്മൾ ഇതിനെ നിന്നെ പേടിക്കുന്നത്? ഒരാൾ നമ്മളെ പരിഹസിച്ച് വിളിക്കുമ്പോൾ മുമ്പ് എന്നോട് ചോദിച്ചില്ല പാസ്റ്റർ എന്ന് വിളിക്കണം, ബ്രദർ എന്ന് വിളിക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും, പച്ചയായിട്ട് പറഞ്ഞു, എന്നെ പട്ടി എന്ന് വിളിക്കാറുണ്ട്, അവര് തെണ്ടി എന്ന് വിളിക്കാറുണ്ട്, പിന്നെ വേറെ ചീത്ത പറയാറുണ്ട്, പാസ്റ്റർ എന്ന് ബഹുമാനത്തോട് പറയാറുണ്ട്, കളിയാക്കി വിളിക്കുന്നവരുണ്ട്. ഇത് ആരെന്തോ പറഞ്ഞാലും പൗലോസ് പറഞ്ഞില്ലേ, ഇടം വലം മാനാപമാനങ്ങള് അതും സൽകീർത്തി ദുഷ്കീർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ എനിക്കൊരു ഒരു 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 എന്താണ് ഒരു ലക്ഷ്യമുണ്ട്. യേശു ക്രിസ്തു ഇവിടെ അയാൾ എന്നെ മഹത്വപ്പെടുത്തും, ഇവിടെ അയാൾ എന്നെ ഇകഴ്ത്തും, ഇവിടെ പുകഴ്ത്തും. അതിന് എനിക്കെന്നെ, ഞാൻ അവിടെ ഉയർന്നു പോകുന്നില്ല, ഞാൻ ഇവിടെ താഴ്ന്നു പോകുന്നില്ല. എന്റെ ലക്ഷ്യം അതുകൊണ്ട് ഇവരോടും പ്രശ്നമില്ല, ഇവരോടും പ്രശ്നമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എത്രേ ഉള്ളൂ, നമ്മൾ വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും ഉറപ്പുള്ളൊരു കാര്യം, ഞാൻ ദൈവപൈതലാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെട്ടവരുടെ അതേ അനുഭവത്തിൽ ജീവിക്കണം. ഈ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തന്നെത്താൻ വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യമായിരിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കുവാനുള്ള ഉത്സാഹം, വചനത്തെ അനുസരിക്കുക. ഈ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തരും തോന്നിയ വഴി പോകുന്നത്. അത് ശുശ്രൂഷകന്മാരും അങ്ങനെ പഠിപ്പിക്കണം, ശുശ്രൂഷ കേൾക്കുന്നവർ തന്നെ അംഗീകരിക്കണം. അപ്പൊ എന്താണ്, ഞാൻ ഇവിടെ നിർത്തുവാൻ ആശിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ലോകത്തുള്ള ഏതൊരു മനുഷ്യരെക്കാളും ഭാഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം എന്താണ്, ഞാൻ മരണത്തെ ജയിച്ചിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ പോകണ, ദൈവം ഒത്തിരി മിറക്കിൾ ചെയ്യുന്നവരാണ്, അത്ഭുതം ചെയ്യുന്നവരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ദൈവം എന്നിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കടബാധ്യത വീട്ടിയതല്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ആരും കേൾക്കുന്നുണ്ട് കേട്ടോണം. അതായത് ഈ ഞാൻ ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വെറും 25 വയസ്സോടെ തൊട്ടിട്ടുണ്ട്, 3.5 കിലോമീറ്റർ എന്റെ മോനെ എടുത്തു ഞാൻ നടന്ന രംഗം ഓർക്കുന്നുണ്ട്. വിജയ, നിനക്ക് വണ്ടിക്കൂലി ഉണ്ടെന്ന് പോലും ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ചതുമില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതുമില്ല. കാരണം ദൈവം എനിക്ക് ദൈവം എനിക്ക് നല്ല. ഞാൻ പറഞ്ഞത്, പലർക്കും ഒരു വിചാരമുണ്ട്, ഇത് ആർക്കും പണം കിട്ടണം. ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ അറിഞ്ഞവനാണ്, കർത്താവിന് വേണ്ടി കൊടുക്കാൻ അറിഞ്ഞവനാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണം കിട്ടിയതല്ല, എനിക്ക് രോഗസൗഖ്യം കിട്ടിയതുമല്ല. നിങ്ങൾക്കറിയാമോ, ഞാനൊരു രാജാവ്, ഞാൻ മുമ്പ് പറഞ്ഞത്, ഐ ആം ഗോഡ് ഓഫ് ദിസ്. എനിക്കൊരു വീണ്ടും ഞാൻ കിട്ടിയതാണ് എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടു. ഇന്നും എനിക്ക് അത്ഭുതമാണ്. പക്ഷെ ഇന്നും എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ട്, എങ്ങനെ യേശുക്രിസ്തുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇരുത്തിയെന്ന്. കാരണം ഞാനൊരു ചക്രവർത്തി ആയിരുന്നു ഇതിനകത്ത്. ഞാൻ ആ ചക്രവർത്തി പദത്തിൽ നിന്ന് എന്റെ ഹൃദയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിറങ്ങി നിന്നിട്ട് ഈ യേശുക്രിസ്തുവിനെ അവിടെ ഇരുത്തിയത് എനിക്ക് ഇന്നും അത്ഭുതം. ഇന്നും എനിക്ക് അത്ഭുതമാണ്, എങ്ങനെ ഈ ക്രിസ്തു എന്റെ ഉള്ളത്തിൽ വന്നു. അതുകൊണ്ട് എന്റെ പ്രേക്ഷകരായിരിക്കുന്നതോട് ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ അല്ലെ എന്നെ പോലുള്ളവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഞങ്ങൾ വീണ്ടും ജനിച്ചതാണ്. യേശുക്രിസ്തു ഞങ്ങൾ ഗുരുവായതാണ്. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത വിഷയം. ആ യേശുക്രിസ്തു ഞങ്ങൾ സ്നേഹിക്കുന്ന കാരണം എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം കൂടെ പറയുന്നത് നിർത്തിയാൽ ഇത് തെറ്റാണ്. എന്താ അറിയാമോ? ഈ പാപിയായിരിക്കുന്ന, ദൈവത്തിന് ശത്രുവായിരിക്കുന്ന, ദൈവത്തിന് മുമ്പിൽ അങ്ങേയറ്റം നിന്നാപാത്രമായിരുന്ന എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, പാപമരണത്തിൽ രക്ഷിക്കാന് ദൈവം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവൻ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചതാണ് എന്നോടുള്ള സ്നേഹം. അവൻ ആ കാൽവരി ക്രൂശിൽ 2 കൈകാലുകൾ വിരിച്ചുകൊണ്ട് ആ 2 കള്ളന്മാരുടെ മധ്യ ഒരു കള്ളനെ പോലെ തൂങ്ങിക്കിടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്റെ പാപത്തിന്റെ പരിഹാരം നിങ്ങളുടേതാണോ അല്ലയോ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പാപത്തിന്റെ പരിഹാരം ആ ക്രൂശിലെ യാഗമാണ്. അവിടുന്ന് ഒഴുകി വന്ന ആ പരിശുദ്ധ രക്തമാണ് ഈ പാപിയായിരിക്കുന്നതിനെ കഴുകിയത്. അതുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യൻ, അവന്റെ രക്തം സകല പാപവും പോക്കി, എന്ന് വെച്ചാൽ എന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ പോക്കി അവൻ എന്നെ ശുദ്ധീകരിച്ച്, എന്നെ നിർമ്മലീകരിച്ച് ദൈവപൈതലാക്കി ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്ന എന്നേക്കും ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് എന്നെ വിളിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഭാഗ്യം. അതുകൊണ്ട് ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞങ്ങൾ യേശുക്രിസ്തുവിനുള്ളവനാണെന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി തെരുവോരങ്ങളിലും സകല മനുഷ്യരുടെ മുമ്പിൽ യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ജീവിതം കർത്താവിനെ ധന്യമാക്കി തീർക്കാൻ ഞങ്ങൾ ഉത്സാഹിക്കുന്നു. എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ യേശുക്രിസ്തു നാമത്തിൽ നന്ദി പറയുന്നു. വിശേഷാല് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററോടുള്ള നന്ദി, അളവ് കൂടാത്ത നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇതൊക്കെ ഒരു അത്ഭുത വിഷയമാണ്. ഇന്ന് ഇവിടെ വരുവാനും നമ്മൾ തമ്മിൽ കാണുവാനും, റാന്നിയിലുണ്ടായിരുന്നു ഞാൻ ഇന്ന് ബോംബെ വരുവാനും, നമ്മൾ തമ്മിൽ കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് ഈ കൂട്ടായ്മയും പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ, ഒത്തിരി നന്ദി പറയുന്നു. ചോദിക്കാനും പറയാനുമാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പോയി. അതെ. പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ ആയതുകൊണ്ട് പലതും അടുക്കും ചിട്ടയായിട്ടല്ല പറഞ്ഞത്. നമ്മളൊരു പിന്നെ നമ്മുടെ ഈ പരസ്യയോഗങ്ങൾ നടത്തുമ്പോൾ ഉള്ള പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകള് ബുദ്ധിമുട്ടിച്ച അനുഭവങ്ങളുണ്ടോ? ഒത്തിരി ഉണ്ട്, വളരെയേറെ ബുദ്ധിമുട്ടിച്ച അനുഭവങ്ങളുണ്ട്. എങ്കിലും ഒരിക്കലും എനിക്ക് പിന്നെ ദേഹപീഡയൊക്കെ വരുന്നുണ്ട്. കൊല്ലത്ത് ചിതറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരും. ഈ ചിതറ എന്ന് പറഞ്ഞത് കൊല്ലത്തിന്റെ കിഴക്കൻ ഏരിയ,
അവിടെ ഞാൻ കണ്ണൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ദർശനത്തിൽ ദൈവം പറഞ്ഞു ചിതറയിൽ പോയി എന്നെ പ്രസംഗിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചിതറ ഞാൻ പോയി പ്രസംഗിക്കുമ്പോഴാണ് അവിടെ ഞാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ആരും ഇന്നലെ പ്രസംഗിക്കാൻ വന്നിട്ടില്ല. അവിടെ ക്രിസ്ത്യൻസ് ഇല്ല. അതായത് ഒരു കത്തോലിക്കൻ പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ചിതറ, ഒരു വലിയ പഞ്ചായത്താണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ പ്രസംഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഞാനൊരു 300-ലധികം പ്രസംഗങ്ങൾ ആ പഞ്ചായത്തിൽ മാത്രം പ്രസംഗിച്ചു. 11,000 ബൈബിള് അവിടെയുള്ള വീടുകളിൽ, മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ വീടുകൾ, അവർക്കെല്ലാം സന്തോഷമാണ്. എന്നാൽ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു വളരെ കരുത്തനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു അല്പം പ്രായമുള്ള മനുഷ്യനും ഓട്ടോറിക്ഷയിൽ അവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ പാടില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല, ഇവിടെ കണ്ടോണം, ഞാൻ അപ്പുറത്ത് ഓട്ടോയിൽ ആളെ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒട്ടുന്നു, ഞാൻ പേടിച്ചു കൊടുക്കുന്നതല്ല. അപ്പൊ ഞാൻ പിന്നെ പ്രസംഗിച്ചു. ഇവർ പോയിട്ട് വന്നപ്പോഴത്തേക്കും പ്രസംഗം തീരെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. നിർത്തി കഴിഞ്ഞാൽ ഇവരെ ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രായമുള്ള പുള്ളി ചാടി എന്റെ കാരണക്കൊരു ഒറ്റയാടി. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഈ സാക്ഷ്യത്തിൽ പറഞ്ഞ എനിക്ക് ആഗ്രഹം ഇതല്ല, ഇതിന്റെ സംഭവം എന്താണെന്നോട്ട് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല. ഇദ്ദേഹം തല്ലിയത് ആരെയാണെന്ന് അറിയാമോ? എന്നെയല്ല. എന്നിട്ട് ഇയാൾ തല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവം എവിടെ ചോദിച്ചോണ്ടേ തല്ലുന്നേ. അപ്പൊ അവൻ തല്ലുന്നത് എന്നെയല്ല, കർത്താവിനെയാ. അതുകൊണ്ട് വേദനിച്ചത് കർത്താവിനാ, എനിക്കല്ല വേദന വന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവിന് വേണ്ടി തല്ലേറ്റപ്പോൾ ഉണ്ടായൊരു സന്തോഷം, അസാധാരണമായിരിക്കുന്ന സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു കവിയുമാണ്. പക്ഷെ ഇദ്ദേഹം തല്ലി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ, അവനാണ് ആദ്യം വഴക്കുണ്ടാക്കിയത്. എന്റെ കാല്, അതായത് ആൾക്കാർ ഒത്തിരി കാണുന്നുണ്ട്, ഇദ്ദേഹം നിലത്ത് കിടന്ന് എന്റെ കാലെ കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞു. അയ്യോ അയാൾ നിന്നെ തല്ലിയെന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഈ തല്ലിന്റെ കാര്യം എന്താണെന്നറിയാം? ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ആയിരിക്കാം. 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഞാൻ പേര് ഇപ്പൊ പറയുന്നില്ല, അദ്ദേഹം ഇന്ന് ജീവനിട്ടുണ്ട്. 35 വയസ്സുള്ളൂ. അദ്ദേഹം ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ ഫ്യൂറിഡാൻ എന്നുള്ള വിഷവും മദ്യവും കൂടി മേടിച്ച് ഇതെന്റെ വയലാണ് ഇവിടെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം എനിക്ക് അതിനോട് കാരണം തോന്നി. അപ്പൊ ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ മറ്റവൻ എന്നെ തള്ളണമെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. എനിക്ക് വേദനിച്ചില്ല, തല്ലടിയാ, പടക്കം പൊട്ടുന്ന പോലെ അടിച്ചു. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല, സന്തോഷം കൊണ്ട് ഞാൻ തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണ്ട, ഞാൻ തീരുമാനിച്ചാൽ. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടി ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞു ഇനി ഇതുവഴി പോലും വലിയ പ്രശ്നക്കാരൻ, നിങ്ങൾ ഇതുവഴി പോയി വേറൊരു വഴി കൂടെ ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പോകാൻ തന്നെ ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു നമുക്ക് ഇനി കാണാൻ. നിങ്ങൾക്കറിയാമോ ഞാൻ ഇപ്പോഴും ആ രംഗമുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ട് പറഞ്ഞു ഇനി നമ്മൾ പോയി കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മരിക്കത്തില്ല. അയാളുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതിന്റെ മറ്റൊരു സൈഡിൽ ചെന്ന് ഇങ്ങനെ ഒരാളെ പറ്റി പരിചയപ്പെട്ട് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ എജിമയിൽ ഇവിടെ ടാപ്പിംഗ് സംബന്ധമായിട്ട് അത് അത് എന്ന് സുവിശേഷം വരയ്ക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ തന്നെ ആത്മഹത്യയിൽ അനേക രക്ഷ പ്രാപിക്കുന്നു. മനസ്സിലായി? ഒത്തിരി പേര്. അപ്പൊ ചില ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചില ഹിന്ദുക്കൾ പറയുന്നത് ദൈവമാണ് നിങ്ങൾ ഇവിടെ ആക്കിയത്, ഞങ്ങളിങ്ങനെ നശിച്ചു പോയവരാ. ഇവർക്കൊരു ആശ്വാസം. എത്രയോ ഹിന്ദു സ്ത്രീകള് ഒരു ബൈബിള് ഞങ്ങളുടെ നിന്ന് മേടിക്കും, പുതിയ മേടിക്കുമ്പോൾ കണ്ണുനീരോടെ ദൈവം നിങ്ങളെ കൊണ്ടിട്ടു, ഞാനൊരു ബൈബിളിന് വേണ്ടി എത്രയോ കാലമായിട്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അപ്പോഴെന്താണ്? മാനമുണ്ട്, അപമാനമുണ്ട്. അത് കർത്താവ് അനുഭവിച്ചതുപോലെ. പക്ഷെ ഇത്രയും നല്ലൊരു അനുഭവം വരില്ല. ജയിലുകളിൽ ഞാൻ പോയി സുവിശേഷം അറിയിക്കാറുണ്ട്. ജയിലിലെ സുവിശേഷമൊക്കെ വളരെ മനോഹരമാണ്. എത്രയോ പേരാണ് മാനസാന്തരമുണ്ടായിരുന്നു. ഒത്തിരി അനുഭവത്തി നിരവധിയായിരിക്കും സംഭവങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ 10, 7,000, 8,000 പരസ്യങ്ങളെ കേരളം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. മലബാറിലെല്ലാം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ പള്ളികളുടെ മുമ്പിലും എല്ലാം നിന്ന് പ്രസംഗിക്കും. അപ്പോൾ ഓരോരുത്തരോടും ഞാൻ പ്രസംഗിക്കുമ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രസംഗിക്കുമ്പോൾ അവരവർക്ക് ഒത്തവണ്ണമാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ മാത്രമുള്ള പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ക്രിസ്ത്യ മതവിശ്വാസികളാണ്. ഈ ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ പറയും നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ പാപികളും ദോഷികളുമാണ്, അല്ലേ? ഇത്രയോ നാൾ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തിട്ടും ഈ ആരാധനയും കുർബാനയും കൊണ്ടിട്ട് നിങ്ങളുടെ പാപികളും ദോഷികളും പതിവിൽ നിന്ന് മാറ്റം വന്നില്ല. അങ്ങനെ അത് കള്ളമല്ലേ? പാപമോചനം നേടിയവനാണ്. ഹിന്ദുക്കളുടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു വിഷയം എടുത്ത് പറയും. രാഹുകാലം. അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് നിങ്ങൾ ഇതെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തിട്ടും ഇന്നും രാഹുകാലത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഇതുവരെ ഹേതുവില്ല. അപ്പം പലരും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ഇല്ലേ? നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇന്നും രാഹുകാലം നോക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മരിച്ച ഒരാളുടെ ബോഡി പോലും പുറത്തെടുക്കണമെങ്കിൽ രാഹുകാലം നോക്കിയാ. അപ്പൊ നമ്മുടെ അടിമത്തത്തില്ലേ? അപ്പൊ പലരും നിന്നെ പറയാൻ ചിന്തിച്ചില്ല, ഇതുവരെ ഹൃദയം ആയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ പറയും എന്താണ് തിരശ്ശീല കീറിയ കാര്യം പറയും. ഇനി പള്ളി പോയിട്ടിരിക്കുമ്പോൾ അച്ഛൻ ഈ തിരശ്ശീല നീക്കുമ്പോൾ ഇവൻ ചിന്തിക്കണം തിരശ്ശീല പണ്ടേ കീറിയതില്ലേ, ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പുറകെ ഇരിക്കണോ? ശത്രുത്വം മാറിയല്ലേ? മുസ്ലിങ്ങളുടെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും, അവരുടെ ആ കമ്മ്യൂണിറ്റിയുടെ നടുക്കുന്ന പ്രസംഗിക്കും. നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, അതല്ലേ അവർ പറയുന്നത്? യേശുവിന് മരിക്കാൻ പറ്റില്ല, ഒരു പ്രവാചകനാണ്, അവന് മരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയും, ഞാൻ അവരുടെ ഇടയിൽ ഇങ്ങനെ പറയും, യേശു ക്രിസ്തുവിന്റെ കയ്യില് ആണി അടിച്ച പാട് മാഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ മരിച്ച് പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് അവരുടെ, നിങ്ങൾ മരിച്ച് നിങ്ങൾ യേശു ക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിരളം ഈ കൈ അങ്ങോട്ട് കാണിച്ചു തരും കർത്താവ്. എന്നിട്ട് പറയും, കണ്ടോ വിജയൻ എന്ന് പറഞ്ഞ എന്റെ ഒരു ദാസൻ പത്തനംതിട്ട ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പ്രസംഗിച്ചപ്പോ നീ അംഗീകരിച്ചില്ലല്ലോ, കണ്ടോ മോനെ
ഈ തെളിവ് നീ കണ്ടോ? എന്റെ കയ്യിലെ ആണിപ്പാട് നീ കണ്ടോ? നിനക്ക് വേണ്ടി ഏറ്റ പാടാ. നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല കർത്താവേ, തെറ്റിപ്പോയി. ഞങ്ങളുടെ മതഭക്തി കൊണ്ട് നിന്നെ അംഗീകരിക്കാൻ. അതുകൊണ്ട് പിശാചിനും അവന് ദൂതന്മാർക്ക് ഒരുക്കപ്പെട്ട നരകത്തിലേക്ക് പോയിക്കൊള്ളുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ ന്യായവിധി എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതല്ല, യേശുക്രിസ്തു അംഗീകരിക്കാൻ. അപ്പൊ ഓരോ കാറ്റഗറി, അപ്പൊ എന്താണ്, ഒത്തിരി തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ചെല്ലുമ്പോൾ കരുണയോട് സംസാരിക്കും. അതിനെല്ലാം ദൈവം കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കണമെന്ന്. കാരണം ഞാൻ നിങ്ങളോട് എല്ലാവർക്കും കാര്യം പറയാം, ഈ പിന്നെന്താണ് വയൽ വിശാലമായിട്ട് കിടക്കുക. ഇപ്പോഴും വേലക്കാർ ചെല്ലാത്ത ദേശങ്ങൾ കേരളത്തിൽ പോലും ഉണ്ടെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യയിലെ കാര്യം. അപ്പൊ എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയണം ദൈവം ആഗ്രഹിക്കും. അങ്ങനല്ലേ പറയാൻ പറയുന്നത്? സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെന്ന്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരണം ദൈവം ആശയം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനും കൂടെ നമ്മളെ വിളിച്ചത്. അപ്പൊ എന്താണ് കർത്താവിന് വേണ്ടി കഷ്ടം? ഒരു വചനമുണ്ട്, പലരും തെറ്റിച്ചാണ് പറയുന്നത്. എന്താണ്, അവനോട് കൂടെ മരിച്ചുവെങ്കിൽ നാം അവനോട് കൂടെ ജീവിക്കും. കഷ്ടം സഹിച്ചാൽ അവനോട് കൂടെ. അപ്പൊ കർത്താവിനോട് കൂടെ യഥാർത്ഥമായിരിക്കുന്ന ഒരു വാഴ്ച ആഗ്രഹിക്കുന്നത് അവനോട് കഷ്ടം സഹിക്കണം. അല്ലാതെ സുകുമാരന്മാരായിട്ടിരിക്കുന്ന സ്നാനം ഒറ്റകൊണ്ടായില്ല. കഷ്ടം സഹിക്കണം, നിന്നേക്കണം. അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം 1000 ആണ്ട് വാഴ്ച വെച്ചേക്കണം എന്ന് മാത്രം കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ സന്തോഷമാണ്. എല്ലാവരെക്കാളും സന്തോഷമാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷ മുമ്പേ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ ശേഷവും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയും നമ്മള് നിത്യതയിലെത്തുമോ എന്ന ഭയത്തിൽ, ഇനി കുറച്ചുകൂടെ ഒക്കെ ചെയ്തെങ്കിലേ അങ്ങ് ചെല്ലത്തുള്ളൂ എന്നുള്ള ഭയത്തിൽ കഴിയുക. അതൊക്കെ ഒരു ശരിക്കും ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള അപകടങ്ങളാണ്. രക്ഷിക്കപ്പെട്ട ശേഷവും ഭയത്തിൽ കഴിയാൻ പാടില്ല. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ആ ഒരു ഫ്രീഡം, ആ ഒരു ലിബർട്ടി, ആ ഒരു സന്തോഷം അനുഭവിച്ച് ജീവിക്കണം. പ്രിയപ്പെട്ട പ്രധാനദാസൻ വിജയഗോപാൽ ഇന്ന് അത് അനുഭവിച്ച് ജീവിക്കുന്നു. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു, അനേകം അത് കേൾക്കുന്നു, ആ രക്ഷയുടെ സന്തോഷം പ്രാപിക്കുന്നു. ഇനിയും സഹായിക്കട്ടെ, അനേകർക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. സമയച്ചുരുക്കം കൊണ്ട് ഓടിച്ചൊക്കെ എങ്ങനെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ആ ദൈവം ഇനിയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ദേവദാസനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് എനിക്ക് തന്ന ഈ സാക്ഷ്യം, അവിടുന്ന് എനിക്ക് തന്ന ഈ രക്ഷ, കർത്താവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന സന്തോഷം, കർത്താവേ, ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാം എന്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് അവർക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. ആ ക്രൂശിൽ നിന്ന് ഒഴുകിയിരിക്കുന്ന ആ പരിശുദ്ധ രക്തത്തിലുള്ള ആശ്വാസം അവർ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾ കർത്താവെ താഴ്മയും വിനയും ഉണ്ടാകട്ടെ. നസനായിരിക്കുന്ന യേശുക്രിസ്തു നാളെ രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ കർത്താവെ, അവൻ ഒരിക്കലായിട്ട് ഞങ്ങൾക്ക് കഷ്ടം സഹിക്കേണ്ടത് ആവശ്യമായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പ് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാന് ആ മരണം യേശുക്രിസ്തു ആസ്വദിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതൊന്ന് വിശ്വസിപ്പാനും അനുസരിപ്പാനും അംഗീകരിപ്പാനും കർത്താവെ, എന്റെ എല്ലാ പ്രേക്ഷകരുടെയും ഹൃദയങ്ങൾക്ക് താഴ്മ കൊടുക്കണമേ. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവെ, നാളെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ പുതിയ ശരീരം ധരിച്ച തേജസ്സിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാവിധമായിരിക്കും നന്മകളാൽ അവരെ നിറയ്ക്കണം. കർത്താവെ, ഈ ആസാദി ചാനലിനെ കർത്താവ് ഏറ്റവും അധികമായിട്ട് അനുഗ്രഹിച്ച് ഇതൊന്നും ഞങ്ങളുടെ മഹത്വത്തിനായിട്ടല്ല കർത്താവെ, ഒരുത്തനെങ്കിലും കർത്താവിന്റെ ഈ വചനം കേട്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യം കേട്ടിട്ട് ഒരുത്തന്റെ എങ്കിലും ഹൃദയത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്നത്രേ ഞങ്ങൾ ആശിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാമം മഹത്വപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. ആകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, യേശുക്രിസ്തു അധികാരമുള്ള നാമത്തിൽ തന്നെ. പ്രേക്ഷകരോട് നന്ദി പറയാനും പ്രിയപ്പെട്ട കർത്താരദാസനോടും നന്ദി പറയാൻ ഇത്ര സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങൾ ഇനിയും നമ്മൾ കേൾക്കും. ഓരോ ദൈവമക്കളുടെ അനുഭവങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ ചർച്ചിൽ പറയാനിടയെ തീർന്നു. നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ പുതിയതായിട്ട് കേൾക്കും തോറും നമുക്ക് തോന്നുകയാണ് എത്രയോ അനുഭവങ്ങൾ ഇനിയും നമ്മൾ ബാക്കി കേൾക്കുവാൻ കിടക്കുന്നു. സാക്ഷ്യങ്ങൾക്ക് ഒരു അവസാനമില്ല. കാരണം പുതിയ സാക്ഷ്യങ്ങൾ കർത്താവ് രചിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ച പിന്നെ നമുക്ക് പുതിയ അനുഭവങ്ങൾ കേൾക്കാം. അതുവരെ ഇത് എല്ലാവരെയും കാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Have a wonderful time. God bless you. Thank you for watching.